ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിൻ്റെ പ്രദേശത്ത് ഏകദേശം 10-23 വർഷത്തിലധികമായി ആദിവാസികളുടെ ഇടയിലൊക്കെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. ആ ദേശത്ത് കർത്താവിൻ്റെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും മുഖാന്തരമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസനെ ഇന്ന് നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ ദൈവസന്നിധിയിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ പാസ്റ്റർ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദൈവദാസനെ ദേശത്ത് അധികമായി ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നു. അത് ജീവിതത്തിൽ കേൾവിക്കാർക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ. പിന്നെയും കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങയുടെ ദാസനെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങളും വഴികളും ഹല്ലേലൂയ ദേശത്ത് ദൈവം നടത്തുന്ന പരിപാലിക്കുന്ന എല്ലാ വിധങ്ങളും സംസാരിപ്പാനുള്ള ദൈവകൃപന്റെ ദാസനമേ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലിരുന്ന കർത്താവേ ഹല്ലേലൂയ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സംസാരിപ്പാന് കർത്താവിൻ്റെ ദാസനെ സഹായിച്ചാട്ട് കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടങ്ങളുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനിടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് ദേവദാസന്റെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാട്ട്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ സണ്ണി വർഗീസ്. ഞാൻ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ ബസ്തർ ജില്ലയിൽ ജഗ്ദൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് കഴിഞ്ഞ 23 വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് ഭാര്യ ഷീബ എന്നാണ് പേര്. എനിക്ക് 2 മക്കൾ. മൂത്ത മോന് ഷാൻ, ഇളയ മോൻ ഷോൺ. മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ മോന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 21 വർഷത്തിന് ശേഷമാണ് ദൈവം മക്കളെ വളർത്തുവാനുള്ള ഭാഗ്യം നൽകിയത്. ഇങ്ങനെ കുടുംബമായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസനെ ബസ്തർ ജില്ലയെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവദാസന്റെ വായിൽ നിന്നും ഹല്ലേലൂയ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുവാൻ വളരെ ആഗ്രഹമുണ്ട്. അതിനു മുൻപേ തന്നെ ദൈവദാസന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം ദൈവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനായി ഞാൻ ദൈവദാസന് ഈ സമയം വേർതിരിച്ചു തരികയാണ്. കർത്താവ് ദൈവദാസനെ ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. താങ്ക് യു. ഹല്ലേലൂയ. വളരെ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ജോയ്സ് ടി വി എന്ന ഈ സംവിധാനം, ഈ ചാനലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസിയെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ എൻ്റെ പ്രവർത്തനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടത്തെ നടക്കുന്ന സാക്ഷ്യങ്ങളെ കുറിച്ചോ ഒരു മീഡിയയിലും ഇതുവരെയും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. യൂട്യൂബുകളിലൊക്കെ നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇത് ഒരു വലിയ ദൈവ ഭാഗ്യമായി, ദൈവത്തിന്റെ നിയോഗമായി ഞാൻ അംഗീകരിക്കുന്നു. കർത്താവ് നൽകി തന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഇതിന് ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ മാവേലിക്കര സ്വദേശിയാണ്. കേരളത്തില് മാവേലിക്കര അറുന്നൂറ്റിമംഗലം എന്ന സ്ഥലത്ത് ഞങ്ങള് പാർത്തുകൊണ്ട് യാക്കോബ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായി ജീവിച്ച് വരവേ എൻ്റെ പിതാവിന് ജോലി ഉണ്ടായിരുന്നു. എൻ്റെ മാതാവ് ജോലിയോടുള്ള ബന്ധത്തിൽ അന്ന് നാസിക്കിലായിരുന്നു, ബോംബെ നാസിക്കിലായിരുന്നു. അവിടെ വെച്ച് ഒരു ശരീരം മുഴുവൻ ഒരു പുകച്ചിൽ രോഗമുണ്ടാകുകയും വസ്ത്രം പോലും ധരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുകയും വളരെ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു. പിതാവിനോടൊപ്പം പോകുന്നതിന് മുൻപ് പള്ളിയിൽ ഉള്ള ദൈവഭക്തരായ എല്ലാവരും ചേർന്ന് പ്രാർത്ഥന നടത്തുമായിരുന്നു.
ആ, അതിന് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട അന്നത്തെ ഉപദേശിനിമാരും ഞങ്ങളുടെ നാട്ടിൽ വന്ന് വീട് വീടാന്തോറും പ്രാർത്ഥന കൂട്ടായ്മകൾ നടത്തുമായിരുന്നു. അമ്മ വന്ന് പഴയ പ്രാർത്ഥനാ കൂട്ടായ്മക്കാരെ അന്വേഷിച്ചപ്പോൾ അവരെല്ലാം പെന്തക്കോസ്തിലേക്ക് പോയി എന്നറിഞ്ഞു. അതിൽ ഒരമ്മാമയെ വീട്ടിൽ വിളിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ വീട്ടിൽ വന്നു. അങ്ങനെ കർത്താവ് ഒരു അത്ഭുതകരമായ ഒരു സൗഖ്യവും വിടുതലും കൊടുത്തതനുസരിച്ച് പ്രിയ മാതാവും ഞങ്ങളുടെ വല്യമ്മച്ചി അമ്മയുടെ അമ്മയും അവര് രണ്ടുപേരും കൂടെ ചേർന്ന് വളരെ രഹസ്യമായിട്ട് മാവേലിക്കരയിൽ നിന്ന് റാന്നിയിൽ പോയി വളരെ രഹസ്യമായിട്ട് സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ട് മടങ്ങി വന്ന് ഇങ്ങനെ ഞായറാഴ്ച പള്ളിയിലേക്ക് പോകാതെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പോകുന്നത് മനസ്സിലാക്കി അതിന് ഭയങ്കരമായ എതിർപ്പുകൾ ഞാൻ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു. മറ്റുള്ളവർക്കെല്ലാം വെറുപ്പുണ്ടെങ്കിലും എതിർപ്പുകളില്ലായിരുന്നു. എനിക്ക് വെറുപ്പും എതിർപ്പും ഉണ്ടായിരുന്ന മനുഷ്യനാണ് ചെറുപ്രായത്തിൽ തന്നെ. ഈ കൂട്ടായ്മ നിമിത്തമായിട്ട് ഞങ്ങളുടെ വീട്ടില് മുറ്റത്ത് കൺവെൻഷൻ നടത്തിയപ്പോൾ കൺവെൻഷൻ നടത്താൻ അന്ന് വന്ന മെറ്റഡോർ എന്ന് പറയുന്ന ഒരു വാനാണ്. അതിന്റെ കാറ്റ് കുത്തിവിടുകയും മൈക്ക് സെറ്റ് കത്തിക്കുകയും ആൾക്കാര് പായലിരിക്കുമ്പോൾ ആ പായെല്ലാം അഴുക്കാക്കുകയും ഇങ്ങനെ മാക്സിമം അന്നത്തെ ചെറുപ്രായത്തിൽ ചെയ്യാവുന്ന ഉപദ്രവങ്ങളൊക്കെ ചെയ്തു കൂട്ടി. അതിനുശേഷം എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നത് കൊണ്ട് എൻ്റെ അമ്മയെ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി 2-3 കത്തി സംഘടിപ്പിച്ച് എൻ്റെ കൂടെ അന്ന് കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടന്ന ചിലരെ സംഘടിപ്പിച്ച് ഞങ്ങൾ വഴിയോർത്ത് കാത്തിരുന്നു. പക്ഷെ ദൈവം പോകുന്ന വഴി കൂടെ അല്ല അമ്മയെ തിരിച്ചു വിടുന്നത്. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ദൈവം അകപ്പെടുത്തിയില്ല. അതിനുശേഷം വീട്ടിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ വിലക്കി. അത് ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഞാൻ ആത്മഹത്യക്ക് ഒരു കുറിപ്പ് എഴുതി കടുകും പാത്രത്തിലിട്ട് ഇപ്പൊ അമ്മ പെട്ടെന്ന് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മരിക്കാൻ പോയ ഒരു കൊച്ചു മനുഷ്യനാണ്. അന്ന് പ്രായം ഇല്ല, ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ. ആത്മഹത്യക്ക് കുറിപ്പെഴുതി മരിക്കാൻ പോയെടുത്ത് തമ്പി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ, നീ എവിടെ പോവാ? ഞാൻ മരിക്കാൻ പോവുക. എന്താ കാരണം? വീട്ടിൽ പെന്തക്കോസുകാരുടെ ബഹളം നടക്കുന്നു, അത് ഒരു അപമാനമായതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുകയല്ല. അവൻ എന്നെ കൊണ്ടുപോയി കുറെ ചാരായം മേടിച്ചു തന്നു. ഈ ചാരായം തലയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ മരിക്കണമെന്നുള്ള ചിന്ത മാറിപ്പോയി. നേരെ എന്നെ അവൻ ജോലി ചെയ്യുന്ന മാന്നാറിൽ ഉള്ള ഒരു സ്റ്റേറ്റ് ഹോട്ടലില് എന്നെ കൊണ്ടുപോയി. അവന് അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ കൊച്ചു പ്രായം, എൻ്റെ ജോലി ചായ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസം ഒരു എഞ്ചിനീയർ ജോൺ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വെളിപ്പാട് കണ്ടു. മകൻ മരിച്ചിട്ടില്ല, ഒരു കൂട്ടുകാരൻ്റെ കൂടെ ചായ എടുത്തു കൊടുക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷണത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി ഇന്നടുത്താണെന്നുള്ളത്. അങ്ങനെ അമ്മ അവിടെ ഉപവാസ പ്രാർത്ഥന അവസാനിപ്പിച്ച് 4ാമത്തെ ദിവസം വന്ന് ഞാൻ ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു അമ്മയെ. എൻ്റെ കൂറുള്ളവനോട് പറഞ്ഞു, അവിടെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവൻ ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മകനാണ് സണ്ണി, അവനോട് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് അവനെ കാണണം. അവൻ വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചു, എടാ നിന്റെ അമ്മയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു അമ്മയില്ല. അവസാനം അമ്മയെ ഞാൻ അവിടുന്ന് വഴക്ക് പറഞ്ഞ് എന്താ പറയണ്ടേ, അനാവശ്യ ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ എന്നെ വിളിച്ച് വളരെ ഗുണദോഷിച്ചു. 5ാമത്തെ ദിവസം എൻ്റെ അമ്മയുടെ പിതാവ്, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മനുഷ്യനാണ് എൻ്റെ അപ്പച്ചൻ. അപ്പച്ചന് എന്നെ തേടി വന്നു. അപ്പച്ചൻ പിടിച്ച പിടിയാല് എന്നെ കൊണ്ടുപോകാൻ ഇടയായി. ഇങ്ങനെ നാട്ടിൽ നിന്നാൽ ഞാൻ
ഒന്നുകിൽ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലു, അല്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും നശിപ്പിച്ചിട്ട് ജയിലിൽ പോകും എന്നുള്ള ചിന്ത വന്ന എൻ്റെ പിതാവിനെ ടെലഗ്രാം ചെയ്ത് വരുത്തി എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ ജോലിക്ക് വേണ്ടി പോയി ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഇറിഗേഷനിൽ എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ജോലിക്ക് കയറി. ആ ഇറിഗേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചേട്ടനും കൂടെ ഭോപ്പാലിൽ പോയി. അവിടെ ഞാൻ PWDയിൽ ജോലിക്ക് കയറി. PWDയിൽ ജോലിക്ക് കയറുമ്പോൾ മദ്യപാനവും പുകവലിയും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായിട്ടങ്ങ് മാറി. അങ്ങനെ 1983 ഞാൻ ഒരു രോഗത്തിന് അടിമപ്പെട്ടു. എൻ്റെ ലെൻസ് രണ്ടും തകർന്നു പോയി. ഞാൻ രക്തം ഛർദിക്കുന്നത്, കട്ട പിടിക്കുന്ന രക്തം ഞാൻ ഛർദിക്കുവാൻ തുടങ്ങി. തണുപ്പ് ആരംഭിച്ചു. ഞാൻ ഇനി അവിടെ നിന്നാൽ മരിച്ചു പോകും എന്ന ചിന്ത, മരണഭീതി എന്നെ അലട്ടി. മരണഭീതി അലട്ടിയപ്പോൾ എൻ്റെ അമ്മയെ കണ്ട് ക്ഷമ പറഞ്ഞ് ഞാൻ മരിക്കുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ കിട്ടിയ ഒരു ബാഗ്, ഒരു മുടിയൻ പുത്രൻ ഡ്യൂട്ടിക്കിട്ട ഡ്രസ്സും അല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ അതുമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്, എൻ്റെ അമ്മയെ കണ്ട് ക്ഷമ ചോദിക്കാൻ. കാരണം ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം പോകുമ്പോൾ വീട്ടിൽ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മ എന്ന് പെന്തക്കോസ്ത് വിട്ട് പള്ളിയിലേക്ക് മടങ്ങി വരുമോ അന്നേ ഞാൻ കേരളത്തിൽ കാലുകുത്തുള്ളൂ, അല്ലാതെ ഞാൻ കേരളത്തിൽ കയറുകയില്ല എന്ന് പറഞ്ഞാണ് പോയത്. അതെൻ്റെ മനസാക്ഷിക്ക് വലിയൊരു വേദന ഉണ്ടാക്കി. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഒരു ഉച്ച സമയത്താണ് എൻ്റെ വീട്ടിൽ ഞാൻ നടന്ന് അലഞ്ഞ് കയറി വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ് കയറി, ബസ്സിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു 3-3.5 കിലോമീറ്റർ നടന്നാണ് വീട്ടിൽ വരുന്നത്. ഒരു ഉച്ച സമയം. ആ സമയത്ത് എൻ്റെ അമ്മ, ഞാൻ കതകിന് മുട്ടിയപ്പോൾ വന്നു, കതക് തുറന്നു. അപ്പൊ അമ്മ നോക്കിയപ്പോൾ ഒരു ഭിക്ഷക്കാരൻ നിൽക്കുന്നു. എന്നോട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ തരാനൊന്നുമില്ല, പോയിട്ട് നാളെ എങ്ങാണം വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാന് അമ്മയുടെ മകൻ സണ്ണിയാണ്. അമ്മ വാ വിട്ട് ഉള്ളിവായി കരയുവാനിടയായി. എന്നെ മാർവോടണച്ച് അകത്തേക്ക് കയറ്റി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയാണ്. 5 വർഷമായി മകന്റെ മുഖം കണ്ടിട്ട്, മകനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഒരു മുടിയൻ പുത്രനേക്കാളും അധപ്പതിച്ച നിലയിൽ ഭവനത്തിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ദൈവം കൈവിട്ടില്ല, ദൈവം പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥനയുടെ മറുപടി വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എന്നെ പല ഹോസ്പിറ്റലുകളിൽ എൻ്റെ മാതാവും പിതാവും കൊണ്ടുപോയി. ആരും ശരിയായ നിലയിലുള്ള മെഡിസിൻ തന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ അന്നത്തെ സാഹചര്യത്തിൽ പൈസ ഇല്ല. അവസാനം പല ഹോസ്പിറ്റലിലും നോ മെഡിസിൻ എഴുതി വിട്ടു. ഒരു വികലാംഗ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് എനിക്ക് തന്നു, ഒരു താലൂക്ക് ആശുപത്രിയിൽ നിന്ന്. ബസ്സിൽ കയറിയാൽ പകുതി ടിക്കറ്റ്, ഇരിക്കാൻ സീറ്റ് എന്നിത്യാദിയുള്ള അവസ്ഥയിൽ. ആ സമയത്തും മരണം എന്നല്ലാതെ മരിക്കുന്നതിന് മുമ്പേ കുറച്ചുകൂടെ മദ്യം കഴിക്കണമെന്നുള്ള ചിന്തയല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ മരണഭീതി എന്നെ അലട്ടുവാൻ ഇടയായി. ഒരു ദിവസം ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കാൽഭാഗത്തിൽ ഒരു കൂട്ടം ദൈവദൂതന്മാർ, ഇന്നത് മനസ്സിലാക്കുന്നു, വളരെ നിസ്സഹായമായിട്ടിരിക്കുന്നു. എൻ്റെ തലഭാഗത്ത് അലറുന്ന രാക്ഷസ രൂപികൾ വന്നിങ്ങനെ അട്ടഹസിക്കുകയാണ്, ചിരിക്കുകയാണ്. എൻ്റെ ആത്മാവ് ശരീരത്തു നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നത് പോലുള്ള ഫീലിംഗ് എനിക്കുണ്ടായി. എൻ്റെ പിതാവ് തൊട്ടടുത്ത് കിടപ്പുണ്ട്, അദ്ദേഹം കട്ടിലിൽ, ഞാൻ താഴെയുമാണ്. എൻ്റെ തലഭാഗത്ത് ഒരു കോളാമ്പി വെച്ചിട്ടുണ്ട്, കഫവും രക്തവും ഒക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട്. ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയന്നു. ആ മരണഭീതി എന്നെ അലട്ടി. കണ്ണടച്ചാൽ ഞാൻ മരിക്കുമെന്നായി. ഞാൻ അലറി വിളിച്ച് ഞാൻ വന്നൊരു കസേരയിലിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ച് പ്രഭാതം വരെ, ഞാൻ ഉറങ്ങുന്നില്ല, പ്രഭാതം വരെ എൻ്റെ കൈ പിടിച്ചിരുന്നു പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രാർത്ഥനയുടെ ഫലം എൻ്റെ പിതാവിനോട് പറഞ്ഞു, മോനെ, മരണഭീതി നിന്നിൽ നിന്ന് മാറട്ടെ, നീ പെന്തക്കോസ്തിലൊന്നും പോകരുത്, നീ സ്നാനപ്പെടുകയൊന്നും ചെയ്യരുത്. അവർ പല കാര്യങ്ങൾ പറയും, അതൊക്കെ കുടുംബത്തിന് അപമാനമാണ്,
അതൊന്നും നീ ചെയ്യരുത്, എങ്കിലും നിന്റെ അമ്മയുടെ കൂടെ പോയാൽ മരണഭീതി മാറും എന്ന് പറഞ്ഞ് 1983 ഡിസംബർ 31 ഞാൻ അമ്മയോടൊപ്പം പ്രാർത്ഥന കൂട്ടത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന സഭയാണ്. ഞാൻ ആ വീട്ടില് പോയി ഭിത്തിയെ ചാരി അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരു മുടിയൻ പുത്രൻ മടങ്ങി വന്ന സന്തോഷത്തിൽ തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക എന്നുള്ള പാട്ടുപാടി അവർ ആരാധിക്കുമ്പോൾ എൻ്റെ അമ്മ മുട്ടുമേലിരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുകയാണ്. ഞാനിത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഭയന്നുപോയി. എൻ്റെ ശരീരത്തിൽ ആരോഗ്യമില്ലാതെ ഈ ഭ്രാന്താലയം എന്നെ കയറി പിടിച്ചാൽ, ഈ ഭ്രാന്ത് പിടിച്ചാൽ എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയന്ന് ഞാൻ ആ മുറിക്കകത്തുനിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ പോയി നിന്നു. ആരെങ്കിലും കൂട്ടുകാർ വരികയാണെങ്കിൽ ഒരു വീഡിയോ സിഗരറ്റോ മേടിച്ച് വലിക്കാം എന്ന നിലയിൽ ഞാൻ ആ റോഡിൽ നിൽക്കുമ്പോൾ ആരോ എന്നെ ഗൈഡ് ചെയ്യുകയാണ്. പ്രാർത്ഥനയ്ക്ക് വന്നതല്ലേ, അകത്ത് കയറിയിരിക്കും. അങ്ങനെ ഞാൻ നാല് ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല. കുറച്ചുകൂടെ ഭയം മനസ്സിൽ കൂടുവാനിടയായി. ഞാൻ വീണ്ടും ആ പ്രാർത്ഥനാലയത്തിലേക്ക് വന്ന് കണ്ണടച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ 6 വയസ്സുള്ളപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അയൽവാസി കള്ളിച്ചെത്തുകാരൻ തങ്കപ്പന്റെ തലയണ കീഴിൽ നിന്ന് ബീഡി മോട്ടിച്ചു വലിച്ച ആ സംഭവം തുടങ്ങി ഞാൻ പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയ അന്നു വരെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ഒരു സ്ക്രീനിൽ ഇങ്ങനെ മറഞ്ഞ് പോവുകയാണ്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് നിലവിളിച്ചു, യേശുവേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ അലറി വിളിച്ചു. ആ പാസ്റ്റർ വന്നെൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ നിന്നുള്ള മരണഭയം മാത്രമല്ല, എല്ലാ ഭാരവും എല്ലാ ഭീതിയും എന്നിൽ നിന്ന് മാറുവാൻ ഇടയായി തീർന്നു. എൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ടായി. ഞാൻ രാത്രിയിൽ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച ഞാൻ രാവിലെ ഒരുങ്ങി അമ്മയുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി. അതെൻ്റെ ജീവിതത്തിലെ ഒരു തുടക്കമായി വന്നു. 1984 ജനുവരി 28 കർത്താവിന്റെ കൽപ്പന പ്രകാരം സ്നാനം എന്താണെന്നോ, സ്നാനപ്പെടുത്തുന്നത് ആരാണെന്നോ, എവിടെ സ്നാനപ്പെടുമെന്നോ, എങ്ങനെ വേണമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ സഭയിൽ നടന്ന ഒരു 3 ദിവസത്തെ ഉപവാസത്തിൽ ഞാനും പോയിരുന്നു. അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. എൻ്റെ വാക്ക് കേട്ട് അന്ന് പാസ്റ്റർ സമ്മതിച്ചു. ചെങ്ങന്നൂര് കല്ലിശ്ശേരി റെയിൽവേ പാലത്തിന്റെ അടിയിൽ പാസ്റ്റർ വി എ തമ്പിയാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്. ആ സ്നാനം കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. 1984 ഫെബ്രുവരി മാസം 15 ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിക്കകത്ത് വലിയൊരു പ്രകാശം വന്നു. ആ പ്രകാശത്തിൽ എൻ്റെ ശരീരത്ത് നിന്ന് കറുത്ത കയറുകൾ അഴിച്ചു മാറ്റുന്നത് പോലെ എനിക്ക് ഫീലായി. മാത്രമല്ല, ആ മനോഹരമായ വലിയ വെളിച്ചത്തിൽ ഒരു വയോവൃദ്ധനെ പോലെ ഒരു മനുഷ്യൻ എൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ച് എന്നെ തലോടുവാൻ തുടങ്ങി. എൻ്റെ നെഞ്ചുഭാഗത്ത് തലോടി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ വന്ന യേശുവാണ്. ഇന്ന് രാത്രിയിൽ നീ പൂർണ്ണമായും സൗഖ്യമാകണം. എന്നിട്ട് ഞാനിങ്ങനെ വിത്ത് വിതയ്ക്കുന്നു. ഫലശേഖരവുമായിട്ടൊരു വീട്ടിൽ ചെല്ലുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ആദിവാസികളോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ നീഗ്രോകളൊക്കെ പോലെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നു. അവരുടെ ഇടയിൽ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദർശനങ്ങൾ കാണുവാനിടയായി. അന്ന് രാത്രിയിൽ ആ ദർശനം കാണുന്നത് വരെ എൻ്റെ തലക്കട ഉണ്ടായിരുന്ന കോളാമ്പി അന്ന് രാവിലെ വെളുക്കുമ്പോൾ ഞാൻ ആ കോളാമ്പി കൊണ്ടൊന്ന് കുഴിച്ചിട്ടു. എന്നെ കർത്താവ് സൗഖ്യമാക്കി. അതിനുശേഷം ഞാൻ ചുമച്ചിട്ടില്ല, എൻ്റെ വായിൽ നിന്ന് രക്തം വന്നിട്ടില്ല, എൻ്റെ കഫം വന്നിട്ടില്ല. ഡോക്ടർ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു സൂപ്രണ്ട് അദ്ദേഹം പരിശോധിച്ചു കഴിഞ്ഞ് 3 മണിക്കൂർ പരിശ്രമിച്ചു ഒരു തുള്ളി രക്തമെടുക്കാൻ. ശരീരത്തിൽ മാംസമില്ല, രക്തമില്ല, ആകെ കൂടെ ശ്വാസം എടുത്തു വിടാൻ കഴിയാത്ത നിലയിൽ ഏത് സമയത്തും മരണം സംഭവിക്കും. അങ്ങനത്തെ സ്ഥിതിയാണ്. കറുത്തിരുണ്ട ഒരു തുള്ളി രക്തം കഷ്ടപ്പെട്ട് ഒരു നേഴ്സ് എടുക്കുവാനിടയായി. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ
146% ESR എന്ന് കണ്ടു. എന്റെ കഫം കടന്തൽ ഇങ്ങനെ കൂട് കുത്തിയിരിക്കുന്നത് പോലുള്ള ഹോൾസ് ആണ് കാണുവാനിടയായത്. ആ ഡോക്ടർ സെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷനും സെപ്റ്റോമൈസിൻ ഗുളികയും 1.5 വർഷത്തെ ട്രീറ്റ്മെന്റ് അതിന് ആരംഭപ്പെട്ടു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് എന്നെ സൗഖ്യമാക്കി. ഞാൻ ആ കോളാമ്പി സഹിതം കുഴിച്ചിട്ടു. ഞാന് സൗഖ്യമായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് വാവിട്ട് നിലവിളിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകന് രോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥനയ്ക്ക് പോയി എൻ്റെ മകൻ ഒരു ഭ്രാന്തനായി, മെന്റൽ പേഷ്യന്റായി. ഇനി ഞാൻ അവനെ എവിടെ കൊണ്ടുപോയി എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് വ്യാകുലപ്പെടുവാൻ തുടങ്ങി. പക്ഷെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഈ ദർശനം ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഷെയർ ചെയ്തപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡാനിയൽ ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. സുവിശേഷ വേലയ്ക്കുള്ള വിളിയാണെന്ന് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി. പ്രാർത്ഥന, ബൈബിൾ വായന, ഇങ്ങനെയുള്ള ചിന്തകളല്ലാതെ വേറൊന്നും അന്ന് എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. ഇങ്ങനെ എല്ലാം അവസാനിപ്പിച്ച്, എൻ്റെ ജോലിയും അവസാനിപ്പിച്ച്, എൻ്റെ ലോക ഇമ്പങ്ങളും ലോക ജീവിതങ്ങളും അവസാനിപ്പിച്ച് മാർച്ച് മാസത്തിൽ ഞാന് ചങ്ങനാശ്ശേരി പെരുന്നായിൽ ഉള്ള ബൈബിൾ സ്കൂളിലേക്ക് വരുവാനിടയായി. ബൈബിൾ സ്കൂളിൽ വന്നു. രാത്രി മുഴുവനും പ്രാർത്ഥനയും ആരാധനയും, പകല് ക്ലാസ്സിലിരുന്ന് പഠിക്കും. ഇങ്ങനെ പ്രാർത്ഥനയും പഠനവുമായിട്ട് 6 മാസം ഞാൻ തികച്ച് പഠിച്ചില്ല. അതിനു മുൻപേ കൺവെൻഷൻ സ്ഥലങ്ങളിൽ പോകുക, പോസ്റ്റർ ഒട്ടിക്കുക, പബ്ലിസിറ്റി ചെയ്യുക, ബാനർ കെട്ടുക, ആഹാരം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് ആദ്യം ദൈവം എനിക്ക് തന്നത്. എൻ്റെ ശരീരത്തിന് ആരോഗ്യം പതുക്കെ വരാൻ തുടങ്ങിയുള്ളൂ. എന്നാൽ ഈ ജോലികളൊക്കെ വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. ആ ഒരു 6 മാസം കുറച്ച് നാളത്തെ ഈ സേവനം കഴിഞ്ഞപ്പോൾ ഞാന് കുട്ടനാട്ടിൽ വെളിയനാട് കുന്നുപറമ്പ് വീട്ടിൽ ഒരു ഡൈനിങ് ഹാളിൽ ആ കുടുംബവും വേറൊരു കുടുംബവും, ഇങ്ങനെ 2 കുടുംബവുമായിട്ട് ഒരു സഭാ ജീവിതം എൻ്റെ ആരംഭിച്ചു 1985. ആ സഭാ ജീവിതം ആരംഭിച്ചെങ്കിലും അവിടുത്തെ സഹോദരിമാർ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നു. 6 മാസം കൊണ്ട് ഒരു 60-ലധികം ചെറുപ്പക്കാര് എൻ്റെ കൂടെ ഇടത്തും വലത്തും നിൽക്കുവാൻ ദൈവം തന്നു. അങ്ങനെ വേറെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയ്ക്കകത്തുള്ള ഒരു സഹോദരൻ ഒരബദ്ധം കാണിച്ചു. ആ അബദ്ധം കാണിച്ചതോടുകൂടെ പുതുതായിട്ട് വന്ന എല്ലാവരും വിട്ടുപോകുവാൻ, എല്ലാവരും ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. എല്ലാവരും വിട്ടുപോയി. ഞാൻ ആകെ നിരാശനായി. കാൽ ചുവട് സുവിശേഷ വേലയ്ക്ക് എടുത്തു വെക്കുന്നതിന് മുൻപേ മണ്ട നുള്ളുന്നത് പോലുള്ള ഒരു അനുഭവമായി പോയി. ഞാൻ അവിടുന്ന് എറണാകുളത്തുള്ള കടലോര പ്രദേശത്ത്, അന്ന് കടലോര പ്രദേശത്തെങ്ങും സഭയില്ല, ഒരു വിശ്വാസിയില്ല. ബീച്ച് റോഡിൽ ഒരു സഭയുണ്ട്. പിന്നെ ഒരു 2 കുടുംബം അവിടുന്ന് ചെല്ലാനം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അന്ന് മാത്യു എന്ന് പറയുന്ന ഒരു അച്ഛൻ സുവിശേഷാലയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധ്യാന കേന്ദ്രങ്ങളൊക്കെ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളുണ്ട്. പെന്തക്കോസുകാരെ ആർക്കും കണ്ടുകൂടാ. പെന്തക്കോസുകാര് പ്രാർത്ഥിച്ചു കൊല്ലുന്നവരാണെന്നുള്ള വാർത്തയാണ് അന്ന് അവിടെ നടന്നിരുന്നത്. എന്നാൽ ഒരു കൽപ്പണിക്കാരന്റെ വീട്ടിൽ ഞാന് കല്യാണം കഴിച്ചിട്ടില്ല. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഇന്ന് പാസ്റ്റർ CX ബിജു ഫോർട്ട് കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു, അവരുടെ വീട്ടിലാണ് ഞാൻ 2ാമത്തെ സഭാജീവിതം ആരംഭിക്കുന്നത്. ഒരു രാത്രിയിൽ ഞാന് പരസ്യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു സഹോദരൻ വ്യക്തമായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. രാത്രി 1 മണിയൊക്കെ ആകും അവര് കടയടച്ച് ഒന്ന് ഫ്രീ ആകുന്നത്. അതുവരെ ആ അരിച്ചാക്കിലിരുന്ന് ഞാൻ ട്രാക്ട് വിതരണം ചെയ്യും. അത് കഴിഞ്ഞ് സുവിശേഷം പറയും. ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് തിരിച്ച് നടക്കുകയല്ലാതെ വേറെ നിവൃത്തിയിൽ. ഒരു 3 കിലോമീറ്റർ നടക്കണം. 1 കിലോമീറ്റർ വന്നപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഉണ്ട്. അവിടെ എന്റെ ചുറ്റിനും എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള പട്ടികൾ. ആ പട്ടികളെല്ലാം കൂടെ ഒന്ന് എന്നെ വളഞ്ഞു. എനിക്ക് മുൻപോട്ടും വയ്യ, പുറകോട്ടും വയ്യ, ശ്വാസം എടുക്കാൻ വയ്യ. ആരെങ്കിലും
കടലിൽ പോകുന്നവരെന്നെ കണ്ടാൽ തല്ലിക്കൊന്ന് കളയും. കാരണം തൃശ്ശൂർ ഒരു മോളമ്മ വധം നടന്നു. അതൊരു പ്രവാചകിയാണ് ആ സഹോദരിയെ കൊന്നത്. അതിന്റെ മാസികകളിൽ വാർത്ത പരന്നു നിൽക്കുന്ന സമയമാണ്. പെന്തക്കോസ്തുകാർ പ്രാർത്ഥിച്ചു കൊല്ലുന്നവരെന്നുള്ള ഒരു സംഭാഷണം അവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്ന സമയമാണ്. എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു ചൂട് തന്നു. എന്റെ അധരങ്ങളിൽ ഒരു വചനം വന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. കർത്താവേ, ഞാൻ ഈ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ എത്തണം, താമസിക്കുന്നിടത്തിന് 100 കണക്കിന് പട്ടികൾ വീണ്ടും കൊണ്ട് 2 കിലോമീറ്ററൂടെ യാത്ര ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ എല്ലാം വായെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. പട്ടികൾ ഓരോന്നോരോന്നായി അവിടുന്ന് മാറിപ്പോയി. ആ 2 കിലോമീറ്റർ ഞാൻ സെക്കൻഡിനുള്ളിൽ വരുവാനിടയായി. സെക്കൻഡിനുള്ളിൽ വരുവാനിടയായപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദപുസ്തകത്തിൽ നിന്ന് ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്ന വാക്ക് ഞാൻ കേൾക്കും. ആത്മാവ് എന്നെ, ദൈവദൂതന്മാർ എന്നെ ആ താമസിക്കുന്ന വീട്ടിൽ എത്തിച്ചു. അങ്ങനെ ദൈവദൂതന്മാരുടെ കരങ്ങളിൽ യാത്ര ചെയ്യാൻ ഒരു ഭാഗ്യം ജീവിതത്തിൽ ലഭിക്കുവാനിടയായി. ഇങ്ങനെ ദൂതന്മാരുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ. അവിടെയും കർത്താവിന്റെ വേല ശക്തമായിട്ട് നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഉപദ്രവം സഹിച്ച് എല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരിയെ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി. ചുരുക്കം പറഞ്ഞാൽ ആ സഹോദരിയുമായിട്ടുള്ള വിവാഹം 1987 ഏപ്രിൽ 30 നടന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കാസർഗോഡ് ജില്ലയിൽ മുട്ടോംകടവ് എന്ന് പറഞ്ഞ സ്ഥലം, അത് മൈസൂറിനും കേരളത്തിനും ഇടയിലുള്ള സ്ഥലമാണ്. വനമാണ്, രണ്ടിടത്തും വനമാണ്, മലമ്പ്രദേശമാണ്. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ താമസിക്കാൻ വീടില്ല. ഒരു വിശ്വാസിയുടെ വീടിന്റെ കോർണറിൽ ഒരു കൊച്ചു കുടിലുണ്ടാക്കി. ആ കുടിലിന്റെ ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ആ കുടിലിനകത്ത് ഞങ്ങൾ താമസിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ കരണ്ടുണ്ട്. ഇരുട്ടത്ത് പാർത്ത് ഞങ്ങൾക്ക് പരിചയമില്ല. വെള്ളം കിണറ്റിൽ നിന്ന് ചുമ്മി കൊണ്ടുവന്ന് ഉള്ള ശീലമില്ല. ഇത് 2 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം. ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലയെ വെച്ച് കൊണ്ടുവരണം. ഈ വരവിൽ ഏതെല്ലാം സൈസ് പാമ്പുകളുണ്ടോ അതെല്ലാം ഉണ്ട്. ഈ പാമ്പുകളെ കണ്ടു വെള്ളവും കലവും ഇട്ടേച്ച് ഞങ്ങള് ഓടി സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ട്. അവിടുന്ന് ഒരു 2 കിലോമീറ്ററൂടെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു ഓലി എന്ന് പറയും. ആ ഓലിയില് വെള്ളമുണ്ട്. അവിടെ ചെന്ന് തുണി അലക്കി കുളിച്ചേച്ച് വേണം കയറി വരാൻ. ഇങ്ങനെ ഉള്ള ത്യാഗമാണ് അവിടെ സഹിച്ചത്. ലാറ്ററി പോകാനായിട്ടുള്ള സൗകര്യമില്ല. അവിടെ ഒരു ദിവസം ഒരു പാറയുടെ മുകളിൽ ചെന്നിരിക്കുമ്പോൾ താഴെ നിന്നൊരു ചീറ്റല് കേട്ടു. നോക്കുമ്പോൾ അവിടെ 10 വിടർത്തി നിൽക്കുകയാണ്. ഭയന്ന് ഞാൻ അവിടുന്ന് ഓടി ആ കുടിലിനകത്ത് വന്നു. ആ കുടിലിനകത്ത് വന്ന് ഭാര്യയോട് ഈ വിവരം പറഞ്ഞു. ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ആഹാരം കഴിക്കും, ടോയ്ലറ്റിൽ പോകാൻ നിവർത്തിയില്ല. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഭക്ഷണം വയറിനും വയറ് ഭക്ഷണത്തിനുള്ളത്, അതും ഇതും ഇല്ലാതാക്കുന്ന ദൈവമാണ്. അപ്പൊ ഒരു ദൈവം തന്നെ ഒരു ഡൈജഷൻ പവർ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് വചനത്തിൽ കൂടെ മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കൈവയ്ക്കും, പ്രാർത്ഥിക്കും, ടോയ്ലറ്റിൽ പോവുകയാൽ ആഹാരം കഴിക്കും. ഈ വാർത്ത ചർച്ചിൽ പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ ഒരു കുഴിയെടുത്ത് ഒരു തടിയിട്ട് ഒരു മറച്ച് അങ്ങനെയാണ് വീണ്ടും ഞങ്ങള് അവിടെ താമസിക്കുവാനിടയായത്. എന്നാൽ 989 മെയ് മാസം 6-ാം തീയതി ഒരു ശനിയാഴ്ചയാണ്. ഒരു ഭയങ്കര കൊടുങ്കാറ്റ്, ഒരു ഭയങ്കര മിന്നല്. വളരെ കഷ്ടപ്പെട്ട കുടിലിൽ താമസിച്ച് ഒരു 40-20 ഒരു ഹോള് പണിത് ഞങ്ങൾക്ക് പാർക്കുവാൻ കരിങ്കൽ ഭിത്തി കൊണ്ട് അതിന്റെ മുകളിൽ ഇഷ്ടിക വെച്ച് ഒരു റൂം കിച്ചണും പണിതു. ബാക്കിയുള്ളത് ഈ ഡാമർ ഷീറ്റ് എന്ന് പറയും. ഡാമർ ഷീറ്റ് കൊണ്ട് ഉള്ള ഒരു ഭിത്തി ഒന്നുമില്ല, അങ്ങനെ ഒരു ആലയമുണ്ട്. അതിനകത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. സഭയിൽ ഒരു അപ്പച്ചൻ തന്ന ഒരു കട്ടിലുണ്ട്. ആ കട്ടിലും ഉള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ആ കൊടുങ്കാറ്റിൽ ഏകദേശം 12 തെങ്ങുകൾ നിന്ന് കത്തുവാനിടയായി. തൊഴുത്തിൽ കെട്ടിയിരുന്ന
കറവ പശുക്കൾ ആ കെട്ടു പൊട്ടി അത് വലിച്ച് കീറപ്പെട്ട് ഒരു പശുവിനെ കണ്ടെത്തിയത് പ്ലാവിൽ നിന്നാണ്. ആ പ്ലാവിൽ ചെന്ന് അടിച്ചതിനെ കീറി രണ്ട് തുണ്ടമായിട്ട് പോകുവാനിടയായി. ഇത്രയും വലിയൊരു മഹാസംഭവത്തിൽ ഈ പണിത ആലയം മുഴുവനായിട്ടും കാറ്റെടുത്തോണ്ട് പോയി. മുകളിലുണ്ടായിരുന്ന ഇഷ്ടിക മുഴുവനും ഞങ്ങളുടെ ദേഹത്ത് വീണു. എന്റെ ഭാര്യയെ എങ്ങനെയോ കൈ കിട്ടി ഞാൻ വലിച്ചെടുത്ത് കട്ടിലിന്റെ കീഴിലിട്ടു. അവിടെ കിടന്ന് നിലവിളിച്ചു. നാട്ടുകാർ ഓടി വന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ ഭാര്യയുടെ തലയ്ക്ക് ഭയങ്കരമായ ചതവുണ്ടായി, മുറിവല്ല ചതവുണ്ടായി. പല്ല് നഷ്ടപ്പെട്ടു. പല്ലിന്റെ മോണ മുഴുവനും ഇളകുവാൻ ഇടയായി. ഓർമ്മശക്തി ഇപ്പോഴും വേണ്ട വിധത്തിൽ ഓർമ്മയില്ലാതുള്ള ജീവിതമാണ്. ഒരു സാധനം വെച്ചാൽ മറന്നു പോവുക, ഒരാളിനെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മറവി, അതിന്റെ ഒരു ചെറിയ പ്രയാസം ഇപ്പോഴും ഉണ്ട്. ആ പല്ല് സ്റ്റിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടു നടന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റുകളില്ല. ഒരിടത്തുന്നത് അത് ഫിക്സ് ചെയ്തു, പക്ഷെ അതിന് ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിനകത്തൂടെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അകത്തിയെന്നു. അത് വേദന കൂടി. ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഒരു 6 മാസത്തെ സാവകാശവും ഒരു 3-3.5 ലക്ഷം രൂപയും വേണം. ഇത് മുഴുവനും എടുത്തു കളഞ്ഞിട്ട് ഇത് വേറെ വെക്കണം. ഇതിന് ഇനിയും വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വൻ കൃപയാൽ ബോംബെയിൽ ഉള്ള ഒരു മേനോൻ സമുദായത്തിൽ വിശ്വാസത്തിൽ വന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഗോവാക്കാരിയാണ്. അപ്പൊ ബോംബെയില് ബിജു തമ്പിയുടെ മോനുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ എന്തുകൊണ്ടാച്ചാ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. വിവരങ്ങൾ പറഞ്ഞത് ഒരു ഭയാനകമായ രീതിയാണ് ഡോക്ടറിനോട് പറഞ്ഞത്. ഇത് ക്യാൻസറിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം ഞങ്ങളെ നേരെ ബോംബെ കൊണ്ടുപോയി. ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവര് ആ 3-3.5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അവരിതിനെ ഈ ഫിക്സ് ചെയ്ത പല്ലിനെ വളരെ കഷ്ടപ്പെട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ മുഴുവനും പുഴുക്കളാണ്. ആ പുഴുക്കളെ കണ്ടവർ ഭയന്നുപോയി. അവർ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം രക്തത്തിൽ കയറിയിരുന്നെങ്കിൽ ഈ സ്ത്രീ ഇന്ന് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിപ്പാനിടയായി. ആ കൊച്ചു കുടിലിനകത്ത് താമസിച്ച് ഒത്തിരി ത്യാഗം സഹിച്ചു. പട്ടിണിയോടെ പട്ടിണി കിടന്നു. ആഹാരം വെച്ചിട്ട് പോയാൽ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ ഉരിയിൽ വെച്ചിരിക്കുന്ന കലമെടുത്ത് പാട്ടി തിന്നേച്ച് ഇറങ്ങിപ്പോകുന്ന ചെറ്റക്കുടിലാണ്, അതിനകത്തോട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ബാക്കി വരുന്ന ഭക്ഷണം കളഞ്ഞാൽ പട്ടിണി അടക്കണം. അത് കഴുകിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച പട്ടി തിന്നതിന്റെ ബാക്കി പറമ്പിൽ നിന്ന് കാന്താരി മുളക് പറിച്ചു കൊണ്ടുവന്ന് അതും ഉപ്പും കൂടിയിട്ട് കുറെ വെള്ളം കൂടി ഒഴിച്ച് കഴിച്ച നാളുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 1 രൂപ കയ്യിലില്ല, ഒരു ജീരകം ഇട്ട് കുടിക്കാൻ ജീരകം വീട്ടിലില്ല, തേയിലയില്ല, ഒന്നുമില്ല. ദൈവം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ എന്നെ കൊണ്ടുപോകാനിടയായി. ഒന്നും കഴിക്കാനില്ല. ഞങ്ങള് ഏകദേശം 12 ദിവസമായി. ഇതിനിടയിൽ ഒരു ദിവസം ഞാൻ സഞ്ചി കയ്യിലെടുത്തു മുട്ടയിൽ നിന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, PWD ജോലി വിട്ടേച്ച് നിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. നീ എന്നെ വിളിച്ചു, നീയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഇവിടുത്തെ പലചരക്ക് കടയിൽ ചെന്ന് 2 കിലോ അരി ചോദിച്ചാൽ ആരും എനിക്ക് കടം തരും. പക്ഷെ നിന്റെ നാമത്തിൽ ഞാൻ വന്നതുകൊണ്ട് ഞാൻ ഇവിടെ കടന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ കടം മേടിക്കുകയില്ല എന്ന് ആ സഞ്ചി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്യുവാൻ ഇടയായി. 12 ദിവസം കഴിഞ്ഞു. 12ാമത്തെ ദിവസം രാത്രി ഒരു ദൈവദാസന് തട്ടി ഉണർത്തി ഒരു ലിസ്റ്റ് ദർശനത്തിൽ കൊടുത്തു. എന്റെ വീട്ടിലില്ലാത്ത സകല സാധനങ്ങളുടെ ലിസ്റ്റും കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ സാധനവുമായിട്ട് സന്നിയുടെ വീട്ടിൽ പോകണം. അദ്ദേഹം 13ാമത്തെ ദിവസം 2 സഞ്ചി നിറച്ച് ആഹാരവും സാധനങ്ങളുമായിട്ട് വന്നു. കുറെ കപ്പയും മേടിച്ചോണ്ട് വന്നു. ദൂരേന്ന് കണ്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഷീവേ, ദൈവദാസൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തമ്പി എന്നാണ്, ഉന്നത്താനി തമ്പി എന്നാണ്. അദ്ദേഹം വരുന്നുണ്ട്, എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നിവർത്തിയില്ലല്ലോ. അദ്ദേഹം വന്നു, കെട്ടിപ്പിടിച്ചാൻ കരയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി എന്ന്. എന്നോട് അദ്ദേഹവും ചോദിക്കും, എന്തു പറ്റി? എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ പറയണ്ടേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഷീബയോട് പറഞ്ഞു, ഷീബ പെട്ടെന്ന് കപ്പ പുഴുങ്ങ് കഞ്ഞി വെക്ക്,
എന്റെ രാത്രിയിൽ എനിക്ക് തന്ന ലിസ്റ്റിൻ പ്രകാരം മേടിച്ച സാധനമാണ്. ആ ലിസ്റ്റിൽ കപ്പയില്ലായിരുന്നു. കപ്പ ഞാൻ എന്റെ വകയായിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ആ ആഹാരം കഴിച്ച് ഞങ്ങൾ ബലപ്പെടുവാൻ ഇടയായി തീർന്നു. എന്തിനെന്ന് അന്ന് ചോദിച്ചു. ഒരു ചെരുപ്പ് മേടിക്കാൻ നിവർത്തിയില്ലാതെ ഞാൻ നിഷ്പാതകനായിട്ട് മലകൾ കയറി ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്തു. ഒരിടത്ത് പരസ്യയോഗം നടത്തുമ്പോൾ കടാരിയുമായിട്ട് കുത്താനായിട്ട് ആൾക്കാർ വളഞ്ഞു. അത്ഭുതകരമായിട്ട് ദൈവം വിടുവിച്ചു. ഇങ്ങനെ കഷ്ടവും ത്യാഗവും വേദനയും ദുരിതവും അനുഭവിച്ച് എങ്കിലും കർത്താവിന്റെ വേല ചെയ്യണം എന്ന ഒരു നിലപാട് എന്റെ മനസ്സിലുണ്ട്. അന്ന് പയ്യന്നൂര് മുസ്ലിങ്ങള് ഗൾഫിൽ നിന്ന് ഈ ഫോറിൻ കൈലി കൊണ്ടുവരും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് 50 രൂപ കൊടുത്ത് ഒരു ഫോറിൻ കൈലി മേടിച്ചു കൊണ്ടുവന്ന് അത് ഉടുത്തു. ആ ഉടുത്ത കൈലി ഒരാഴ്ച നനയ്ക്കാതെ ഉടുത്തു. ഞായറാഴ്ച പരസ്യോഗത്തിന് പോകണം. എൻ്റെ ഒരു ഹാൻഡ് മൈക്ക് ഉണ്ട്, ബാറ്ററി മേടിക്കാൻ നിവർത്തിയില്ല. ആ ലുങ്കി ഒരു പേപ്പറിനകത്ത് ചുരുട്ടി വെച്ചിട്ട് ഞാൻ സഭയുടെ ഒരു വിശ്വാസി ബേബിച്ചാനുണ്ട്, ബേബിച്ചാന്റെ കയ്യിലോട്ട് കൊടുത്തു വെച്ച് പറഞ്ഞു, ബേബിച്ച ഈ കയ്യിൽ കൈ വെച്ചു, ഒരു 50 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്, ആ 50 രൂപ എനിക്ക് വേണം, എനിക്ക് ഇന്ന് പരസ്യോഗം നടത്തണം. ഈ ബേബിച്ചാൻ 50 രൂപ തന്നു, കയ്യില് മേടിച്ചു. എന്റെ കൂടെ അദ്ദേഹവും വന്നു, മറ്റു ചില സഹോദരന്മാരും വന്നു. ഞങ്ങൾ പോയി സുന്ദരമായിട്ട് പരസ്യോഗം നടത്തി. 50 രൂപ കൊണ്ട് ഞങ്ങള് ചായ കുടിച്ചു എന്ന് വേണ്ട, പലയിടത്ത് പരസ്യോഗം നടത്തി. അങ്ങനെ ലുങ്കി വിറ്റ് കർത്താവിന്റെ വേല ചെയ്ത ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ത്യാഗവും കഷ്ടവും സഹിച്ച് ഈ ചർച്ചും ഇടിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ നിരാശയായി. എന്ത് ചെയ്യണം കർത്താവേ? ആദ്യത്തെ സഭായോഗത്തിൽ ഒരു സഹോദരൻ കാണിച്ച അനുസരണക്കേട് നിമിത്തം ആ ദേശം വിടേണ്ടി വന്നു. രണ്ടാമത്തെ സ്ഥലത്ത് വന്നു, വിവാഹിതനായി ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവനെന്ന് കാണിക്കാൻ വയ്യാത്തത് കൊണ്ട് ബഹുദൂരം യാത്ര ചെയ്ത് ഞാൻ ഇവിടെ വന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? അത് മാത്രമല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ദേഹത്തൊരു ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു നിൽക്കത്തില്ല, അതുപോലത്തെ ചൊറിച്ചിലാണ്. 2 കാലിന്റെ തൊടയും 2 കാലിന്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങളും 2 കൈയുടെ കൈപ്പകും ഇത്രയും ഭാഗമാണ്. നമ്മൾ കണ്ടു നിൽക്കത്തില്ല, കണ്ട് സഹിക്കുകയില്ല. അവസാനം ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളുടെ അമ്മയും ആങ്ങളും കൂടെ വന്നു, ഇവളെ വിളിച്ചോണ്ട് പോയി. ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുവന്ന് വൈദ്യം കൊടുത്ത കഷായം കുടിച്ച് 3 മാസം ദേഹത്ത് വെള്ളം തൊടാതെ ഇവളുടെ ശരീരം കീറി പൂഷണിച്ചു. അവസാനം ഈ ഒരു മരിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് തന്നെ ഇവൾ എത്തിച്ചേരുവാനിടയായി. ഞാനൊരു കത്തെഴുതി, നമുക്ക് ഇങ്ങനൊരു ജീവിതം പറഞ്ഞിട്ടില്ല, തമ്മിൽ പിരിയാം. അവൾ എനിക്ക് കത്തെഴുതി, നമുക്ക് ഇങ്ങനൊരു ജീവിതം പറഞ്ഞിട്ടില്ല, നമുക്ക് തമ്മിൽ പിരിയാം. ഞാന് അന്ന് ഇവിടുത്തെ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ഗുരുള അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചില ദിവസം എനിക്ക് സഭയിൽ നിന്ന് മാറി നിൽക്കണം, എനിക്ക് അവധി വേണം. നീ എവിടാ പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസം മാറി നിന്ന് ഉപവസിക്കണം. അപ്പൊ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവനെ വിടരുത്, ഇവനെ വിട്ടാൽ ഇവൻ കൈവിട്ടു പോകും. അദ്ദേഹം പറഞ്ഞാ, നിനക്ക് ഉപവസിച്ചാ പോരെ? എന്റെ വീട്ടിൽ ഉപവസിച്ചു. ഞാനും ഭാര്യയും പിള്ളേരും കൂടെ ഞങ്ങൾ വയനാടിന് പോവുകയാണ്. വയനാടിന് പോയിട്ട് 8 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അതുവരെ നീ ഇരുന്ന് ഉപവസിച്ചു, അതിനോടൊക്കെ നിനക്ക് മറുപടി കിട്ടും എന്ന് പറയുവാനിടയായി. അങ്ങനെ ആ വീട്ടിലിരുന്ന് ഉപവസിച്ചു. 3-ാമത്തെ ദിവസം ആയപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടിയാൽ മതി, പൂർണ്ണ സൗഖ്യം പ്രാപിക്കും എന്ന ഒരു ധൈര്യം എനിക്കുണ്ടായി. അവളുടെ സഭയിൽ ഒരു ഉപവാസം നടക്കുന്നു. ഒരു പ്രവാചകൻ അവിടെ വരുന്നു. ആ പ്രവാചകൻ ഇവളുടെ ഒരു വിവരവും അറിയത്തില്ല. ഇവള് ഒരു പ്രാന്തിയെ പോലെ അവിടെ പോയി പ്രാർത്ഥനയ്ക്കിരുന്നു. തലേ കൈ വെച്ചിട്ട് പറഞ്ഞു, എന്റെ ദാസനോടൊപ്പം നിന്റെ വിവാഹം കഴിഞ്ഞു. സുവിശേഷ വേലയിൽ ഒരുമിച്ച് നിർത്താതെ വണ്ണം നിങ്ങളെ തമ്മിൽ പിരിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു പൈശാചിക രോഗം നിന്റെ ശരീരത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അതിന് പരിഹാരം വേറൊന്നുമില്ല, പ്രാർത്ഥിച്ചെണ്ണ പുരട്ടിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് എണ്ണ കൊടുത്തു. ഞാന് ഇല്ലാത്ത പൈസ ഈ 8 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് സെൻട്രൽ പാസിന്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ച് ഞാൻ ഭാര്യ വീട്ടിൽ വന്നു. ഭാര്യ വീട്ടിൽ വന്നപ്പോൾ അവൾ എന്നോട് ഈ കഥ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എന്റെ അനുഭവം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഇന്നു വരെയും ഒരു ദിവസം പോലും പിരിയേണ്ടി വന്നിട്ടില്ല, പിരിയേണ്ട കഥ പറയേണ്ടി വന്നിട്ടില്ല. രോഗം പലതും കടന്നു വരുവാൻ ഇടയായി തീർന്നു. 2017 എന്റെ ഭാര്യ കൈവിട്ടു പോയതാണ്. 2017 അവളുടെ ചെറുപ്രായത്തിൽ അവളുടെ ചെറുകുടലിനകത്ത് ഒരു അസ്വസ്ഥത കയറിയിട്ട് എന്ത് ഫൈബറായിട്ടുള്ള ആഹാരം കഴിച്ചാലും അത് വയറിനകത്ത് വീർപ്പ് മുട്ടി ഛർദിലായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. 2017 അതങ്ങ് കൂടിപ്പോയി. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങള് ഛർദിലായിട്ട് പോയതാണ്, പക്ഷെ മോഷൻ നിൽക്കാനുള്ള മരുന്നാണ് അവർ കുത്തിവെച്ചത്. 3-ാമത്തെ ദിവസമായപ്പോൾ എന്റെ ഭാര്യ തളർന്നു. എന്നെ പരിചയമുള്ള ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, അങ്കളെ ഇവിടുന്ന് ആന്റിയെ കൊണ്ടുപോയിക്കോ, ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരാം. രാത്രി 3 മണിക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്നു. രാവിലെയുള്ള ട്രെയിനിൽ കയറി വിശാഖപട്ടണത്തിൽ നിന്നു. അപ്പോളോ ഹോസ്പിറ്റൽ നേരത്തെ കൂട്ടി പറഞ്ഞു. രാത്രി 12 മണിയായപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വന്നു റെയിൽവേ സ്റ്റേഷനിൽ. നേരെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ട്യൂബിട്ട് യൂറിൻ പോകാനും മൂക്കിക്കൂടെയും ട്യൂബിട്ടു. ചുരുക്കം പറഞ്ഞാൽ അവര് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ചെറുകുടലിന്റെ മധ്യഭാഗം ഇങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ്. അപ്പം അവിടോട്ട് പാസിംഗ് ഇല്ല. 3 mm ഉള്ളിടത്ത് ഈ കുടലിന്റെ ഭിത്തിക്ക് 3 mm ആണ്, അത് 11 mm ആയി. അപ്പൊ പാസിംഗ് ഒട്ടുമില്ല, നീര് കയറി. അതുപോലെ അകത്തെല്ലാം ഈ ചൊറിഞ്ഞു കടിക്കുന്നത് പോലുള്ള കുരുക്കളായി. ചുരുക്കം പറഞ്ഞാൽ ഓപ്പറേഷന് വിധി എഴുതി. ഞാൻ അവിടെ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാതെ അവിടുന്ന് റിക്കവർ ചെയ്ത് എറണാകുളത്ത് കൊണ്ടുപോയി. എറണാകുളത്ത് ഡോക്ടർ സക്രിയ എന്ന ഗ്യാസ്ട്രോളജിസ്റ്റിനെ കണ്ടു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹം മെഡിസിൻ വിഭാഗമാണ്. കഠിനാധ്വാനത്തിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും ഓപ്പറേഷൻ കൂടാതെ ദൈവം രക്ഷിച്ചു. അന്ന് ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കർത്താവിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് തന്ന ഒരു വചനം അവർ നീ ഉരുവിടാൻ പറഞ്ഞു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് നിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ വാക്യം ഒരു ഇടിത്തി പോലെ ഇവളുടെ മനസ്സിലേക്ക് വന്ന് ഇവളത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വാക്യം പറഞ്ഞ് അവളതിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. 2018 ജനുവരി മാസത്തിൽ സുബിയ തമ്പിയുടെ ഭാര്യ മറിയാമ്മ തമ്പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം ഓൾ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും പോയി 3 ദിവസം പ്രാർത്ഥിക്കുന്ന ടീമുണ്ട്. അവരന്ന് പഞ്ചാബിലേക്ക് പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഷീബായെ കൂടെ കൊണ്ടുപോകാം, അതിനെന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഷീബായുടെ ആദ്യത്തെ പഞ്ചാബിലേക്കുള്ള യാത്ര. ഈ യാത്രയ്ക്ക് വണ്ടിക്കൂലി കാണും. ഞാൻ പറഞ്ഞു ഇവളുടെ കൂടെ കൊടുത്ത് യാത്ര ചെയ്യാൻ ആളില്ല കർത്താവെ, ഇവളെ ഫ്ലൈറ്റിൽ വേണം വിടാൻ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു സഹോദരൻ, ഞാൻ ആകെ കൂടെ 2 പ്രാവശ്യമേ ഗൾഫ് യാത്ര ചെയ്തിട്ടുള്ളൊന്ന് സൗദിയിലും പോയി, മറ്റൊന്ന് അബുദാബിയിലും പോയി. അല്ലാതെ ഇന്നുവരെയും വേറൊരു രാജ്യത്തും പോയിട്ടില്ല. വേറൊരു കൂട്ടായ്മ അന്നുണ്ടായിരുന്നവരൊക്കെ ജോലി വിട്ട് എല്ലാവരും തിരിച്ചു പോരുവാനൊക്കെ ഇടയായി തീർന്നു. പക്ഷെ അന്ന് ഒരു സഹോദരൻ എന്റെ മെസ്സഞ്ചറിനകത്ത് കണ്ടിട്ട് അച്ഛാ എന്തുകൊണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇങ്ങനെ സന്തോഷമായിരിക്കുന്നു. എന്റെ അക്കൗണ്ട് നമ്പർ തന്നെ. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തു. ഒരു 15,000 രൂപ അയച്ചു. അതിനുശേഷം ഇന്നുവരെയും ആ സഹോദരന്റെ യാതൊരു വിവരവും എനിക്കില്ല. ആ 15,000 രൂപ കൊണ്ട് ആദ്യത്തെ യാത്ര ചെയ്തു. അവിടുന്ന് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും പാകിസ്ഥാൻ ബോർഡർ വരെയും ഡൽഹിയിൽ പാർലമെന്റിനകത്തും പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്റെ ഭാര്യയ്ക്ക് ഭാഗ്യമുണ്ടായി. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവത്തിനുള്ളതാണെന്നും നമ്മളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കത്തില്ലെന്നും മനസ്സ് മുരടിപ്പിക്കുകയും മനസ്സ് തളർത്തുകയും ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മളെ ഞെരുക്കുകയും ഇനി ഒന്നിനും നമ്മൾ കൊള്ളുകയില്ലെന്ന് പിശാച് നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവന്ന് ആശയങ്ങളിട്ട് 4 വശത്തു നിന്നും ഇങ്ങനെ കുത്തി നോവിക്കുന്ന വാക്കുകൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, കുഞ്ഞുങ്ങളില്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ അനുഭവിച്ച വേദനകൾ അതിഭയങ്കരമാണ്, അതിഭയങ്കരമായ നിന്ദകളാണ്. എന്തെല്ലാം വാക്കുകൾ കേൾക്കേണ്ടി വന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. ഇവിടെയൊക്കെ ദൈവം താങ്ങി നിർത്തിയത്
അവന്റെ കൃപയൊന്നു മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്നും ജയോത്സവമായി കർത്താവിന്റെ വേലയിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഏകദേശം 42 വർഷത്തോളമായി കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ വ്യാപൃതരായിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബ ജീവിതം ആരംഭിച്ച് കാസർഗോഡിൽ നിന്ന് ആ ചർച്ച് വീണതിന് ശേഷം ഞങ്ങളെ നേരെ വിടുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ അമ്പൂരിക്കടുത്ത് കൊടപ്പനംകൂട് എന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹാള്, ആ ഹോള് മുഴുവനും കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു. പട്ടിയുടെ ദേഹത്തുള്ള ചെള്ളുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഒരു വണ്ട് മലപ്രദേശത്തു നിന്ന് കയറി വന്ന് അത് മുഴുവനും നിറഞ്ഞു കിടക്കുന്നു. ചൂവേ ആഹാരം വെക്കാൻ നിവർത്തിയില്ല, വിറകില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത ഒരു ദുരിതം പിടിച്ച സ്ഥലം. പനമ്പാ വിരിച്ചിട്ട് അതിൽ വേണം ഇരുന്ന് ആരാധിക്കാൻ. ഞാന് ആ സഭയുടെ ചാർജ് എടുത്തു. 5 വർഷം അവിടെ പ്രവർത്തിച്ചു. 5 വർഷം കൊണ്ട് ആ സഭയെ ഒരു ഉന്നത നിലവാരത്തിലെത്തിച്ചു. സഭാഹോള് പണിതു. അനേകം വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അബ്ദു പാസ്റ്റർ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞടാ, ആന്ധ്രയിൽ നമുക്കൊരു വേലയുണ്ട്, ആന്ധ്രയിൽ പോകണം. ഞാൻ സമ്മതിച്ചു. ആന്ധ്രയ്ക്ക് പോയി. ആന്ധ്രയിലെല്ലാം വിട്ട്, എല്ലാ സൗഭാഗ്യങ്ങളും വിട്ട്, എല്ലാം വിട്ട് ഊഷര ഭൂമിയിലേക്ക് ഒരു വിശ്വാസി പോലും ഇല്ലാതെ, തെലുങ്ക് ഭാഷ അറിയാൻ മേലാതെ, തെലുങ്ക് എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ കാലുകുത്തിയിട്ടില്ലാത്ത മനുഷ്യൻ ആ സ്ഥലത്തേക്ക് എന്നെ വിടുവാനിടയായി. അന്ന് അവിടെ മുഴുവനും നക്സലൈറ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. ഒരു ഫോട്ടോ ഫോണിന്റെ ഒരു പ്രൊജക്ടർ ഉണ്ട്. കരുണാമയുട് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രൂശീകരണം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഫിലിമുണ്ട്. ഈ ഫിലിം പ്രൊജക്ടറും ഒരു ചെറിയ മൈക്ക് സെറ്റും ഒരു സ്കൂട്ടറും ഉണ്ട്. അതേ ഗ്രാമങ്ങൾ യാത്ര ചെയ്ത് 1500 വില്ലേജുകളുള്ള ഗ്രാമത്തിൽ ജില്ലയുടെ ഏകദേശം 300-ലധികം വില്ലേജുകൾ കവർ ചെയ്തു. അവിടെയൊക്കെ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അത്ഭുതകരമായി സഭകൾ സ്ഥാപിക്കപ്പെടുവാനിടയായി. 7 സഭകൾ അവിടെ സ്ഥാപിച്ചു. 7 സഭകൾ സ്ഥാപിച്ച് കരിനഗർ പട്ടണത്തിൽ ഒരു സഭ സ്ഥാപിച്ച് അവിടെ ഹോള് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ച് അതിന് സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്റെ കൈ തളർന്നു, എന്റെ കാല് തളർന്നു. എന്ന് പറഞ്ഞാൽ മാനസികമായി തളർന്നു. 1 രൂപ കയ്യിലില്ല. വേല കൊണ്ട നടക്കാൻ കഴിയില്ല. വേല നടത്താനായിട്ട് പറ്റുന്നില്ല. ഒരു സുവിശേഷ വേലക്കാരൻ സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അവന് ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. നിരാശ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ നിരാശ കയറി. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബോയിലർ കോഴിയൊക്കെ ഇറങ്ങുന്ന കാലമേ. ഇന്ന് കണ്ടാൽ ഛർദ്ദിക്കാൻ വരും. പക്ഷെ അന്ന് കഴിക്കാനുള്ള ആവേശം കൊണ്ട് ഞാൻ 125 ഗ്രാം പറയുന്നത് ഹിന്ദിയില് ആദാ പാവെന്നാണ്. ആ ആദാ പാവ് ഒരു ചെറിയ കഷ്ണം കോഴിയിറച്ചി മേടിച്ചോണ്ട് വന്നതിനകത്ത് പാലക്കും അല്ലെങ്കിൽ മേത്തി അല്ലെങ്കിൽ ചീര തുടങ്ങിയതെല്ലാം കൂടി ഇട്ട് കറി വെച്ച് ഞാനും എന്റെ ഭാര്യയും കൂടെ കഴിച്ച കാലമുണ്ട്. അവിടെ അങ്ങനത്തെ ത്യാഗവും കഷ്ടവും വേദനയും സഹിച്ച് ഒരു സ്കൂട്ടി കൊണ്ട് അതിന് പെട്രോൾ അടിക്കാൻ പലപ്പോഴും നിവർത്തി ഉണ്ടാകുകയില്ല. ഒരു ജോസകളുണ്ട് അങ്കിളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അതിനിടയ്ക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. രാത്രി 12 മണിക്കൊക്കെ ആ പെട്രോൾ പമ്പിന്റെ ചെന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞ് അവസാനം അവരോട് പറയും, ഒന്ന് കൈ കാണിച്ചേക്കാൻ പറയും. 5 രൂപ 5 രൂപയ്ക്ക് അവനൊന്ന് കൈ കാണിക്കും, 5 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് കൂടി വീട്ടിലെത്തും. ഇങ്ങനെ മനസ്സങ്ങ് മുരടിച്ചു, മനസ്സങ്ങ് മാടി. ഇനി എന്നെ വേലയ്ക്ക് കൊള്ളുകയില്ല, ഇനി ഞാൻ വേല ചെയ്തിട്ട് കാര്യമില്ല. ഇനിയും ഞാൻ വേല ചെയ്യുന്നെങ്കിൽ കേരളം വിട്ട് ഇനി ഒരു ജീവിതം എനിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ആന്ധ്രയിൽ നിന്ന് 1998 നേരെ നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് അവിടെ ഞാന് മുണ്ടക്കയം സെന്ററിന്റെ ചാർജ് വഹിച്ചു. മുണ്ടക്കയം സഭയുടെ ചുമതല വഹിച്ചു. അവിടുന്ന് എന്റെ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് അന്ന് മുണ്ടക്കയം സഭ തകർന്നു കിടക്കുക. ഒരു ദൈവദാസൻ പകുതിയിലേറെ നല്ല വിശ്വാസികളെയും കൊണ്ട് പോയി. അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് എന്നെ അയച്ചത്. പക്ഷെ ആ സഭയെ പണിതെടുത്ത് ആത്മാക്കളെ പുതുതായിട്ട് നേടി അവിടെ നിന്ന് എന്നെ അങ്കമാലി സഭയിലേക്ക് വിട്ടു. അങ്കമാലി സഭ എന്ന് പറഞ്ഞാൽ ടൗൺ ചർച്ചാണ്. അവിടെ ഒരു വളർച്ചയില്ല, മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അവിടേക്ക് വിട്ടു. അങ്കമാലി സെന്ററിന്റെ ചുമതലയിൽ വിട്ടു. അവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരി വരെ നീണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഇടയായി.
അവിടെ 3 വർഷം പ്രവർത്തിച്ച് അനേകം സഭകൾ സ്ഥാപിച്ചു, അനേകം കാര്യങ്ങൾ അവിടെ ചെയ്തു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ആത്മവ്യാപാരം നടന്ന് സഭയിൽ ആത്മാക്കൾ വന്ന് നിറയുവാൻ തുടങ്ങി. അവിടെയും ഒരു മനുഷ്യൻ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യൻ നിമിത്തം ആ സഭയ്ക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി. ദൈവമക്കൾ പറഞ്ഞു, സണ്ണി പാസ്റ്റർ ഉള്ളിടത്തോളം ഞങ്ങൾ ഈ സഭ വിടുകയില്ല. സണ്ണി പാസ്റ്റർ എന്ന് ഇവിടുന്ന് പോകുന്നു അന്ന് ഞങ്ങൾ ഈ സഭയിൽ നിന്ന് മാറും. ചുരുക്കം പറഞ്ഞാൽ എന്റെ കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വീണ്ടും ചേർത്തല എന്ന സ്ഥലത്തേക്ക് മാറി. ചേർത്തലയുള്ള ദൈവദാസൻ അവിടെ ചെന്നു. ആ ദൈവദാസൻ ചെന്നപ്പോഴത്തേക്ക് ആ സഭ മുഴുവനും കാലിയായി പോയി. 1, 2, 3 കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പോയി. അദ്ദേഹവും നിരാശനായി. ഞാൻ ചേർത്തല ചെല്ലുമ്പോൾ ഒരു അയൽവാസി സൗണ്ട് പൊല്യൂഷന് വേണ്ടി കേസ് കൊടുത്ത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, ഒന്ന് ബ്രഹ്മടിക്കാൻ പറ്റുകയില്ല, ആരാധിക്കാൻ പറ്റുകയില്ല. കൈ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെയാണ് കൈയടിക്കണമെന്നുള്ള ഒരു ആവേശമാണല്ലോ നമുക്ക്. ശബ്ദം വെളി വരികയില്ല. ഇങ്ങനെ ആത്മാവിൽ കൈയടിച്ച് പാടിയ സമയമുണ്ട്. അവിടെ വീട്ടുപ്രാർത്ഥന നടക്കുമ്പോൾ RSSന്റെ ഒരു ലീഡർ വിശ്വാസത്തിൽ വന്നു. അവന്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങളെ മുഴുവനായിട്ട് കൊല്ലാനായിട്ട് ആൾക്കാർ കൂടി. അവിടെയും അത്ഭുതകരമായിട്ട് വിടുവിച്ചു. വേറൊരു വീട്ടിൽ ആൾക്കാര് ഭയങ്കരമായിട്ട് കൂടുവാനിടയായി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കാല് വെട്ടും, അതേ പരുവത്തിലായി. പക്ഷെ അവിടെയും ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. സഭ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇങ്ങനെ ശബ്ദം ഉയർത്താൻ കഴിയത്തില്ല, പക്ഷെ കണ്ണുനീരാണ്. കൂട്ടായ്മയിലും ആരാധനയിലും കണ്ണുനീരാണ്. കണ്ണുനീരല്ലാതെ വേറൊന്നുമില്ല. സർവശക്തൻ കണ്ണുനീര് കണ്ടു മനസ്സലിയുന്നവനാണ്. അവിടെ സഭാകൂടം കൊണ്ട് നിറഞ്ഞു. ഞായറാഴ്ച ഭൂതങ്ങൾ ഇറങ്ങുന്നതിന് കണക്കില്ല. ഭൂതം കടന്ന് അലറും. നമ്മൾ ഭൂതത്തെ ഇറക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരും. എന്ത് വന്നാലും വേണ്ടുകയെന്ന് പറഞ്ഞ് അനേകം ഭൂതങ്ങളെ ഇറക്കി അവിടെയും സഭ വളരുവാൻ ഇടയായി. സഭ വളർന്നിങ്ങനെ നിൽക്കുമ്പോൾ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 2003 ക്രമീകരിക്കുന്നു. 2003 ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് 16-ാം ദിവസമായപ്പോൾ ഒരു ദൈവദാസൻ പ്രവാചകൻ അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. അദ്ദേഹം വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രവചിച്ച പ്രവചനം, ദൈവദാസനെ നിന്റെ കൂടാരം പൊങ്ങി, നിനക്ക് ശവമടക്കും കല്യാണവും അല്ല, സെൻട്രൽ പാസ്റ്ററുടെ മെയിൻ ശുശ്രൂഷയാണ്. ശവമടക്കും കല്യാണ ശുശ്രൂഷയുമല്ല, 6 പാച്ചിയ അപരിഷ്കൃതരായ ആൾക്കാരിടയിലേക്ക്, വനം പ്രദേശങ്ങളിലേക്ക്, കാട്ടുമൃഗങ്ങളുള്ള വനം പ്രദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. അവിടെ നിനക്ക് ഞാനൊരു 4 വീലർ തരും, സുവിശേഷീകരണത്തിനു വേണ്ടി, ആത്മാക്കളെ നേടുവാൻ വേണ്ടി. ഇത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എന്നെ നോർത്ത് ഇന്ത്യയിലെ ഏതോ കുഗ്രാമത്തിലേക്ക് ആണ് ദൈവം അയക്കുന്നത്. എന്റെ മനസ്സ് പോയി. ദൈവത്തോട് എനിക്ക് വെറുപ്പായി പോയി, പ്രവാചകനോട് എനിക്ക് വെറുപ്പായി പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് നേരെ പാഴ്സനേജ് വന്ന് ഒരു പായ എടുത്തിട്ടു അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട് ഞാൻ പദം പറഞ്ഞ് കരയുവാൻ തുടങ്ങി. ഞാൻ മനസ്സ് മടുത്ത്, ഞാൻ ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യൻ, ഇനി എന്റെ ആയുസിൽ കേരളം വിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുകയെന്ന് തീരുമാനമെടുത്ത മനുഷ്യൻ, വീണ്ടും എന്നെ എന്തിന് നീ കൊണ്ടുപോകുന്നു? എന്നെ കൊല്ലുവാനാണെങ്കിൽ ഈ രാത്രി തന്നെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. നീ എന്റെ പ്രാണനെ എടുത്തുകൊള്ളുന്നതാണ് നല്ലത്. എനിക്ക് പോകാൻ പറ്റുകയില്ല, ഞാൻ പോവുകയില്ല. ഞാൻ പോയാൽ ആരും എന്നെ സഹായിക്കാനില്ല, ആരും എന്നെ നോക്കാനില്ല, ആരിലും ആശ്രയം വെക്കാൻ പറ്റുകയില്ല. ഞാനിതെല്ലാം കൂടെ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പറ്റുകയില്ല ദൈവമേ എന്ന് പദം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രഭാതയാമത്തിൽ പ്രവൃത്തി 13:47 എന്നോട് ഇടപെട്ടു. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു. പൗലോസോട് പറഞ്ഞ കാര്യം ഞാൻ ആ വാക്യെടുത്ത് ആവർത്തിച്ച് വായിച്ചിട്ടും എന്റെ മനസ്സിനൊരു സന്തോഷം വന്നില്ല. ദൈവാത്മാവിനോട് പറഞ്ഞു, സ്വജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്റെ റൂട്ട് മാറ്റി ജാതികളിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. ദൈവം എന്നെ വിടുന്ന ലക്ഷണമില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ ഗിദെയോൻ പറഞ്ഞതുപോലെ ഞാനൊരു അടയാളം കൂടെ ചോദിക്കുക, എനിക്ക് നീ ഒരടയാളം കൂടെ തരണം.
ആ അടയാളം എന്നേക്കുമുള്ളതായിരിക്കണം. ഞാൻ ഒരിക്കലും തിരിച്ച് കേരളത്തിൽ വന്നൊരു ശുശ്രൂഷ ചെയ്യാൻ, ഒരു സഭാ ചാർജിൽ ഇരിക്കാൻ ഇടയാകാത്ത വിധത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മനസ്സിനകത്തൊരു ഭീതി, ഒരിരുട്ട് വന്ന് മൂടുന്നത് പോലെ ഒരു ഭീതി, ഒറ്റ ചിന്ത, കേരളത്തിൽ ഞാൻ പ്രവർത്തിച്ചാൽ പരാജയപ്പെട്ടു പോകും. ആ ഒരു ഭീതി എന്റെ മനസ്സിനകത്ത് വീണു. അവിടെ നിലപാട് വീണു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ എന്നെ സമർപ്പിച്ചു. എവിടെ അയച്ചാലും പോയിക്കോളാം. ഞാന് 21 ദിവസം ഉപവാസം കഴിഞ്ഞ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് അല്പം സ്വല്പം ഹിന്ദി അറിയാമല്ലോ, നീ കേരളം വിട്ടു പോയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു സഹോദരിയുടെ കത്ത് വന്നിട്ടുണ്ട്. അവള് PG വർഗീസിന്റെ കൂടെ ഉണ്ടായിരുന്നു. PG വർഗീസിന്റെ പ്രവർത്തനം അവിടെ നിന്നു. പക്ഷെ അവൾ അവിടെ വിട്ടിട്ടില്ല. അവൾക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കണം. അവൾക്കൊരു ദൈവദാസനെ വേണം. നീ അവിടേക്ക് പോകണം. നീ ഒന്ന് പോയി പരാജയപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് നീ ഒന്ന് പോയി ഒന്ന് ഉറ്റു നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നു. വിശാഖപട്ടണത്ത് ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് രാവിലെ 6 മണിക്ക് ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അത് 54 ചുരങ്ങൾ കയറി ഇറങ്ങി നാട്ടിനകത്തൂടെ, വനത്തിനകത്തൂടെ വരുന്ന ഒരു ട്രെയിനാണ്. ഒറ്റ ട്രെയിനേ ഉള്ളൂ. അതിവിടെ അയണോർ കൊണ്ടുപോകാൻ വേണ്ടി ജപ്പാൻകാർ നിർമ്മിച്ച ഒരു റെയിൽവേ പാളത്തിൽ അയണോർ കൊണ്ടുപോകുന്ന ഗുഡ്സ് ട്രെയിൻ ഉണ്ട്. അപ്പം ജോലിക്കാർക്കും പിന്നെ അതേ കയറുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ടുള്ളൊരു പാസഞ്ചറാണ്. അത് വൈകിട്ട് 6 മണിക്കാണ്. 12 മണിക്കൂർ ഇരിക്കണം. ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല, ആഹാരം കിട്ടുകയില്ല, ചായ ഒന്നുമില്ല, ഒത്തിയിരിക്കണം. അങ്ങനെ ഞാനിവിടെ വന്നിറങ്ങി. ഈ സഹോദരിമാർ 2 പേരുണ്ടായിരുന്നു. 2 പേരും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ആ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. പന്നിക്കൂട്ടം എന്ന് പറഞ്ഞാൽ അസാധ്യം. പന്നിക്കാഷ്ടം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന മണ്ണ്, പൊടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഉണക്കത്ത് കിടന്ന് ഉണങ്ങി പൊടിഞ്ഞ് ആ കാറ്റത്ത് പറക്കുന്ന പൊടി. അതുപോലെ എല്ലാം ആറിട്ട റോഡെന്ന് പറയുന്നത് ഒന്നുമില്ല. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ബസ് സ്റ്റാൻഡ് മാത്രം. ഒരു നല്ല ഫ്രൂട്ട്സ് കട നോക്കിയിട്ട് ഒരു നല്ല പഴം മേടിക്കാനെന്ന് നിവൃത്തിയില്ലാതെ വന്നു. ഇങ്ങനെ ആ സഹോദരിമാരുടെ കൂടെ ഗ്രാമങ്ങളിൽ പോയി ആ ഗ്രാമങ്ങളൊക്കെ കാണുവാൻ തുടങ്ങി. ഗ്രാമങ്ങൾ ചെന്നപ്പോൾ, അവിടെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അത് 70 കിലോമീറ്റർ യാത്ര ചെയ്ത് വനത്തിനകത്തൂടെ പോയി. അവിടെ ചെന്ന് ഞാൻ തളർന്നൊരു കട്ടിലേക്ക് കിടക്കുമ്പോൾ അവര് പറഞ്ഞു, ഇവിടെ നീറിന്റെ ചമ്മന്തി ഉണ്ട്. നീറിന്റെ ചമ്മന്തി കഴിച്ചാൽ ഈ മലേറിയ, പനി തുടങ്ങിയതെല്ലാം മാറും. ഈ നീറിന്റെ ചമ്മന്തി കേട്ടപ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ചിന്തിച്ച് രാത്രി ആയപ്പോൾ പനി കയറി. രാത്രി 12 മണിക്ക് ഒരു ഗുപ്ത ഡോക്ടറിന്റെ അടുക്കൽ എന്നെ കൊണ്ടുപോയി. അദ്ദേഹം എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുവാനിടയായി. ഇവിടുത്തെ ഒരു പുളിച്ച കഞ്ഞിവെള്ളം കിട്ടും. അതാണ് ഇവിടുത്തെ മെയിൻ ആഹാരമെന്ന്. ആൾക്കാർക്ക് വൃത്തിയില്ല, ഒരു ഉളുമ്പ് പോലെ, പരിസരങ്ങളിൽ വൃത്തിയില്ല, ഇരിക്കുന്നിടത്തിരുന്ന് തുപ്പുക, അതുപോലെ തുണിക്കൊക്കെ ക്ഷാമം ഉള്ളത്, വിയർപ്പിനകത്ത് മുങ്ങിക്കുളിച്ച തുണിവർഗങ്ങൾ. ഇവിടെ നമുക്ക് അനുയോജ്യമായ ഒരു തരത്തിലും പറ്റിയല്ല. ആൾക്കാർ പോയിരുന്ന് വിസർജനം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ ഈ കൊച്ചു പൊടിമീനെ കൊണ്ടുവന്ന് ഉണക്കും. ആ തറയിലിട്ടാണ് അവര് അത് ഉണങ്ങുന്നത്. അപ്പൊ ഈ കാഷ്ടമെല്ലാം കൂടെ അങ്ങോട്ട് പൊടിഞ്ഞിട്ട് അതിന്റെ പൊടിയും ഈ മണ്ണിലെ പൊടിയും എല്ലാം കൂടി ഈ മീനിനകത്ത് വന്ന് ഇതെല്ലാം കൂടെ കിടന്നാണ് ഈ കുഴയുന്നത്. ഇതുകൊണ്ട് ഇതുങ്ങൾ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിച്ച് കറി വെക്കും. ഉളുമ്പുപാടുണ്ട്, നല്ല പുകയും. ഇവര് ഒരു അന്ന് ബോയിലർ കോഴി ഒന്നും ഇവിടെ പ്രസിദ്ധമല്ല, ആയിട്ടില്ല. അന്ന് നാടൻ കോഴി, ചെറിയ ചെറിയ കോഴിയാണ്. അതിനെ തീക്കകത്തോട്ട് വെച്ച് വക്കിയിട്ട് അതിന്റെ ചുണ്ട്, കാലിന്റെ നഖം കളഞ്ഞിച്ച് ബാക്കി മുഴുവനും അരിഞ്ഞെടുക്കും. ഇതിന്റെ കുടലിനകത്തെ കീട്ടമൊന്നും കളയണമെന്ന് അവർക്ക് അറിയത്തില്ല. അതൊക്കെ അരിഞ്ഞതിനകത്തിടും. കറി വെച്ച് കഴിഞ്ഞാൽ ആ കോഴിക്കാട്ടത്തിന്റെ ചൊവയാണ് തലയിലോട്ട് കയറുന്നത്. നമുക്കൊരു വിധത്തിലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ഗ്ലാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്, വലിയ സ്റ്റീൽ ഗ്ലാസ്സാണ്.
ആ ആ സ്റ്റീൽ ഗ്ലാസ് നമ്മുടെ ചുണ്ടിനോട്ട് അടുപ്പിക്കാൻ പറ്റുകയില്ല. ഇല തുന്നി ആ ഇലക്കകത്താണ് ഇവൻ ആഹാരം കൊടുക്കുന്നത്. ഒരു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്ലേറ്റിനകത്ത് ആഹാരം തരുന്നു. എനിക്ക് മുമ്പേ കഴിച്ചിട്ടിട്ട പ്ലേറ്റ് ഒരു പട്ടി വന്നത് ഇങ്ങനെ നക്കുകയാണ്. ആ നക്കുന്ന പ്ലേറ്റ് ഒരു പെങ്കൊച്ചിങ്ങോട്ട് വന്ന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച്, കൈകൊണ്ട് പോലുമല്ല, ചുമ്മാ വെള്ളം ഒഴിച്ച് കളഞ്ഞ് അതിനകത്ത് ചോറ് വിളമ്പി എനിക്ക് തന്നു. കഴിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഒരു കല്യാണം നടത്തി, ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നടത്തി. വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ ആഹാരം കഴിക്കണം. ഇവരെന്നെ ആഹാരം കഴിക്കാൻ എന്റെ കൂടെ 2-3 ദേവദാസന്മാരും ഉണ്ട്. എന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന് അവര് ഈ സ്ത്രീകൾ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ചെറിയ മറപ്പരയുണ്ട്. ആ മറപ്പരയുടെ അടുത്ത് അവിടെ ചെന്നപ്പോൾ ചെളിയാണ്. അവിടെ ഇരുന്ന് കഴിക്കാൻ അവരാവശ്യപ്പെട്ടു. അപ്പൊ ഇതിന്റെ സ്മെല്ല് കൊണ്ടും ഈ ചെളി കൊണ്ടും ഞാൻ പറഞ്ഞു, എനിക്ക് ആഹാരം വേണ്ട, ഞാന് ആഹാരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ദൈവദാസനും ഒരു സഭയും എന്നെ വിട്ടു പോകുവാനിടയായി. അതെനിക്കൊരു വലിയ ഗുണമായി. ഇതുങ്ങളിൽ ഒരുവനാകാതെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല. എനിക്ക് കേരളത്തിലെ കൾച്ചറും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. എന്നാൽ എനിക്ക് ആത്മാക്കളെ നേടാൻ പറ്റുകയില്ല, ഇതുങ്ങളെ നേടാൻ പറ്റുകയില്ല. ഇവരിൽ ഒരാളായിട്ട് തീരണം എന്ന് എന്നെ അന്ന് പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ആഹാരം തന്നാലും ചോദ്യം ചെയ്യാതെ കുടിക്കാനും കഴിക്കാനുമുള്ള കൃപ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കേണ്ടി വന്നു. ഇതൊക്കെ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നെന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന കൃപയല്ലാതെ, മഹത്വം ദൈവത്തിനല്ലാതെ വേറൊന്നും പറയാനില്ല. ഇങ്ങനെ ഞാന് നാട്ടിൽ ചെന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു, എടി എന്റെ കൂടെ വന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ളത് സഹിക്കണം, നീ തയ്യാറാണോ? എങ്കിൽ എന്റെ കൂടെ വരണം, അതല്ലെങ്കിൽ എന്തായാലും ദൈവം എന്നെ വിളിച്ചു. അവൾ പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിറങ്ങിയതാണ്. മരണമായാലും ജീവനായാലും നന്മയായാലും തിന്മയായാലും ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചു, മരണം വരെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം വാരിപ്പെറുക്കി ദൈവദാസന്മാർക്ക് കൊടുത്ത്, കാട്ടിലായാലും മേശയായാലും ഫർണിച്ചറായാലും ഊടുതുണി ആയാലും പാത്രങ്ങളായാലും എല്ലാം കൊടുത്തേച്ച് എന്റെ ഭാര്യയും ഞാനും കൂടെ ഈ സ്ഥലത്തേക്ക് കുടുംബമായിട്ട് ഞങ്ങൾ വരുവാനിടയായി. 2003 ജൂണിൽ നല്ല മഴയുള്ള സമയത്ത് ഈ പട്ടണത്തിൽ ഞങ്ങൾ വന്നിറങ്ങി. പട്ടണമെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും പട്ടണത്തിൽ വന്നിറങ്ങി. ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്തു. നാട്ടിൽ നിന്ന് എനിക്ക് സെന്റ് ഓഫിന് കിട്ടിയ പൈസയെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. ആ മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ പറന്ന് നിന്ന് ഈ സഹോദരിമാരുമായിട്ട് പോയി കർത്താവിന്റെ വേല ചെയ്യുകയാണ്. കർത്താവിന്റെ വേല ചെയ്ത് ഒരു ഹരുൺ പാസ്റ്ററെ കിട്ടി, ഒരു സഹാദേവിനെ കിട്ടി, ഒരു പുരനെ കിട്ടി, ഒരു ജോസഫിനെ കിട്ടി. ഇങ്ങനെ ദൈവദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കും. അതെന്റെ ഹിന്ദി അന്ന് ക്ലിയർ അല്ല, ഇന്നും ക്ലിയർ അല്ല. അവരുടെ തനതായ ഭാഷ, ഹൽബി, ഗോണ്ടി, ആതിരി, ധ്രുവ, ഇങ്ങനെ ഓരോ ഗോത്രത്തിനും ഓരോ ഭാഷയുണ്ട്. ആ ഭാഷയിലൊക്കെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ തർജ്ജിമ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഒരു 3-3.5 ലക്ഷം ട്രാക്ട് വിതരണം ചെയ്തു. ബുക്ക്ലെറ്റ് കൊടുത്തും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. അക്ഷരാഭ്യാസമൊന്നുമില്ല. ആദ്യമേ ചോദിക്കുന്നത്, നിങ്ങള് വായിക്കാനും പഠിക്കാനും അറിയാവോ എന്ന് ആദ്യം ചോദിക്കുന്നത്. വായിക്കാൻ അറിയാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കും. അങ്ങനെ വേല ചെയ്യാൻ അന്ന് ഭാഗ്യമുണ്ടായെങ്കിലും ഇന്നും പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റാഞ്ഞ് വീശുന്ന സമയമാണ്. ഞാൻ ഒറീസയിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ മോട്ടോർ സൈക്കിള് രാത്രിയിൽ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. തീ പൊങ്ങി, പുക പൊങ്ങി. ഞാനും എന്റെ ഭാര്യയും വന്ന് മൂത്ത മോനുണ്ട്. 2009 സംഭവം, 2008 സംഭവമാണ്. കൊടുക്കുന്നാണവൻ. ആ വീട്ടുടമസ്ഥരും ഒരു യാദവ് ഫാമിലിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ആ വിഷപ്പുക ശ്വസിച്ച് മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ നാട്ടുകാരെങ്ങനെയോ അറിഞ്ഞ് നാട്ടുകാര് വെള്ളം കോരി ഒഴിച്ചതിനെ കെടുത്തി നോക്കിയപ്പോൾ വണ്ടി മുഴുവനും കത്തി. അതിന്റെ ഫോട്ടോയും എന്റെ ആൽബത്തിൽ ആരെ കാണിക്കാന്? സ്വർഗത്തിലെ ദൈവം അല്ലാതെ വേറെ ആര് കാണാൻ? ആ ഫോട്ടോയും എന്റെ കയ്യിലുണ്ട്. ഒരു ദിവസം എന്റെ ഭാര്യയുടെ കൈയുടെ മടക്കിനൊരു ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു.
ആ ചൊറിച്ചിൽ അങ്ങോട്ട് കേറിയിട്ട് പപ്പടം ഈ തട്ടുകം വെച്ച് പൊള്ളിക്കുന്നത് പോലെ അവളുടെ കൈ അങ്ങോട്ട് പൊള്ളി. പുകച്ചിലെന്ന് പറഞ്ഞാൽ തീവന്ത പുകച്ചില്, കൈ കയറി, നീര് കയറി. എന്താണ് ദൈവമേ, എന്തെല്ലാം ചെയ്തിട്ടും മാറുന്നില്ല. അവസാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുരൻ എന്ന പാസ്റ്റർ, അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നിട്ട് മന്ത്രവാദത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന മനുഷ്യൻ, അദ്ദേഹം വീട്ടിൽ യാദൃച്ഛികമായിട്ട് വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭൂതത്തെ ഞങ്ങൾ കയറ്റി വിടുകയും ചെയ്യും, ഞങ്ങൾ ഇറക്കി വിടുകയും ചെയ്യും, വേറൊന്നും ചെയ്യണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒരിച്ചിരി വെള്ളം എടുത്ത് കുടഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ചുരുക്കം പറഞ്ഞാൽ ആ പ്രാർത്ഥന തീർന്നപ്പോഴത്തേക്ക് കൈയുടെ പൊക്കച്ചില് മാറി, നീര് കുറയുവാൻ തുടങ്ങി. ആ പൈശാചിക ബന്ധനം ആരോ മന്ത്രവാദം ചെയ്താണ് ഞങ്ങളെ തകർക്കാൻ നോക്കിയത്. അവിടെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. അവിടെ ആ നീരും വേദനയും മാറി അവള് സൗഖ്യം പ്രാപിക്കുവാനിടയായി. ഇങ്ങനെ 2004 ഞാൻ സൗദിയിൽ പോയി, 2005 അബുദാബിയിൽ പോയി. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സഹോദരന്മാര് സഹായം നൽകിയത് കൊണ്ട് വിശാലതയിലേക്ക് കൊണ്ടുവന്നു. 30% സ്ഥലം വാങ്ങിച്ചു. ഒരു 4200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം പണിയുവാൻ ദൈവം സഹായിച്ചു. ഒരു ചെറിയ രീതിയിൽ ഒരു കിച്ചൺ പണിയുവാൻ ദൈവം സഹായിച്ചു. ഇങ്ങനെ ഞങ്ങള് ഇവിടുത്തെ പ്രവർത്തനത്തിൽ സെറ്റിലായി. ദൈവത്തിന്റെ വൻകൃപയാല് ഇന്ന് നമ്മുടെ പ്രവർത്തനത്തിൽ ഏകദേശം 6000-ലധികം ആത്മാക്കളെ നേടുവാൻ ദൈവം സഹായിച്ചു. എനിക്ക് അന്നാണ് മനസ്സിലായത്, സുവിശേഷ വേലയുടെ ആരംഭത്തിൽ എന്നെ എന്തിന് മനസ്സ് മുരടിപ്പിച്ചു, എന്തിനെന്നെ പട്ടിണിക്കിട്ടു, എന്തിന് എന്നെ നിഷ്പാദികനായി നടത്തി, എന്തിന് ഈ ചർച്ചിടിഞ്ഞു വീണ് എന്റെ ഭാര്യയ്ക്ക് അപകടമുണ്ടായി, എന്തിന് പട്ടി തിന്ന് എന്റെ ബാക്കി എന്നെ തീറ്റിച്ചു, എന്തിന് എന്റെ ഉടുതുണി വിൽപ്പിച്ച് എന്നെ കൊണ്ട് പരസ്യയോഗം നടത്തിച്ചു, എന്തിന് ഒരു ഉടുതുണി മേടിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നു, എന്തിന് എന്തിനെന്നുള്ള ചോദ്യത്തിനെല്ലാം മറുപടി ഇവിടെ വന്ന് ആമേൻ കർത്താവ് എന്നെ കൊണ്ടുവന്ന് എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ കൊണ്ടുവന്ന് എത്തിച്ച് ഒരിടത്തോട്ടും ഓടിക്കാതെ, ഒരിടത്തോട്ടും എന്നെ കഷ്ടതയും ബെത്തപ്പാടും ജയിൽവാസവും അനുഭവിച്ചെങ്കിലും സുവിശേഷ വേല വിട്ട് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാതെ വണ്ണം എന്നെ ആക്കിയത് എന്റെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരെ എന്റെ അനുഭവം പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ, എന്റെ അനുഭവം പറഞ്ഞ് എന്റെ ദൈവദാസന്മാരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ കഷ്ടത മനസ്സിലാക്കുവാൻ, അവരുടെ വേദന മനസ്സിലാക്കുവാൻ, അവരിൽ ഒരാളെ പോലെ നിൽക്കുവാൻ എന്നെ ആ ചക്രത്തിന്മേൽ കയറ്റി ഒരു കുശവൻ പണിയുന്നത് പോലെ എന്നെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് മറ്റൊന്നിനുമല്ല, ദൈവത്തിന്റെ രാജ്യം പണിയുവാൻ വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യമാകുവാൻ ഇടയായി തീർന്നു. ഛത്തീസ്ഗഡിൽ വന്ന് ഇവിടുന്ന് 450 കിലോമീറ്റർ ദൂരം ആമേൻ അവിടെ നിന്ന് 2-3 സഹോദരന്മാര് 10ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞേച്ച് ഒരു പെങ്കൊച്ചു പറഞ്ഞ സുവിശേഷം കേട്ട് എങ്ങനെയോ എന്റെ നമ്പർ കിട്ടി. അവരിവിടെ വന്ന് എന്റെ കൂടെ 2 വർഷം താമസിച്ച് അവരെ ബൈബിള് പഠിപ്പിച്ച് അവരെ സ്നാനപ്പെടുത്തി വീണ്ടും അവിടെ അയച്ചു. ഇവര് പോയി കഠിനാധ്വാനം ചെയ്ത് ഒരു കൂട്ടായ്മ, ഒരു 10-40 പേര് കൂടുന്ന ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായപ്പോൾ അവരുടെ കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. പട്ടണം ഇളകിയിട്ട് ഒരു വീട്ടില് ദൈവവചനം പ്രസംഗിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ത്രീയിൽ ഭൂതമിളകി. ആ ഭൂതം വിളിച്ചു പറയുന്നത് അവരുടെ ദൈവത്തിന്റെ പേരാണ്. അതിനെ യേശുവിന്റെ നാമത്തിൽ ഇറക്കി വിട്ടു. അതിനെ ഇറക്കി വിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വാതിൽക്കൽ പോലീസ് നിൽക്കുകയാണ്. നേരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരായി FIR എഴുതി ഞങ്ങളെ 5 പേരെ ജയിലിൽ അടച്ചു. ആ ജയിലിൽ അവിടെ കിടക്കുകയാണ്. വെള്ളമില്ല, ആഹാരമില്ല, പല പ്രാവശ്യം ഉപദ്രവിക്കാൻ വന്നു. എന്നാൽ അപ്പോഴൊക്കെ ശാന്തമായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ സേവകാത്മാക്കളുണ്ടെന്ന് നിന്റെ വചനം ഞാൻ പഠിക്കുകയും നിന്റെ വചനത്തിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ സേവകാത്മാവ് എവിടെ? ഞങ്ങളുടെ സേവകാത്മാവ് എവിടെ? ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ദൈവത്തോട് ചങ്കുരുകി
പ്രാർത്ഥിച്ചു. രാത്രി ആയപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ വന്നു. ഞങ്ങളെ സ്നേഹത്തോട് വിളിച്ച് കസേരയെ കൊണ്ടിരുത്തി കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾക്കെതിരായ FIR എഴുതിയ ആ മനുഷ്യനെ തന്നെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇവർ സോഷ്യൽ വർക്കേഴ്സ് ആണെന്നും ഇവിടെ സോഷ്യൽ വർക്കിന് വന്നതാണെന്നും മുൻ പരിചയത്തിന്റെ വെളിച്ചത്തിൽ ചായ കുടിക്കാനായിട്ട് ഇന്നടുത്തിരുന്നെന്നും ഞങ്ങൾക്ക് ലഭിച്ച തെറ്റായ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവരെ അറസ്റ്റ് ചെയ്തെന്നും ഇവരെ ജയിലിൽ കൊണ്ടുവന്നിട്ടെന്നും ഇവര് നിരപരാധികളെന്ന് കണ്ടെത്തി ഇവരെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ചു. ആ പട്ടണത്തിൽ നിന്ന് ഞങ്ങളെ ഓടിച്ചു കളയുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഈ പട്ടണത്തെ മറന്നു കളയുക, ഇനി ഈ പട്ടണത്തിൽ കാലുകുത്തരുത്. ഞങ്ങളെ അവിടുന്ന് ഓടിച്ചു കളയുവാനിടയായെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ കഷ്ടവും ത്യാഗവും സഹിച്ച് കർത്താവിന്റെ വേല ചെയ്തത് നിമിത്തമായിട്ട് ഈ 1000 പേർക്ക് ഇരിക്കത്തക്കൊണ്ടുള്ള ഒരു സഭാഹോട് പണിയുവാൻ ദൈവം സഹായിച്ചു. 15 ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാൻ ദൈവം സഹായിച്ചു. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ 30 ദിവസത്തെ സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിൽ 35-40 യുവതി യുവാക്കന്മാർ വന്ന് സംബന്ധിക്കുന്നു. സ്കൂളിൽ സംബന്ധിച്ച് സുവിശേഷ ദർശനം പ്രാപിച്ച ഒരു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. ഇങ്ങനെ അനേക പ്രവർത്തനങ്ങൾ അവിടെ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് 15 സഭകൾ അവിടെ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ആ സ്ഥലത്ത് പോയിരുന്നു. ഒരു സഭാഹോള് പണിതു, അത് പ്രതിഷ്ഠിക്കാൻ നിവർത്തിയില്ല. പ്രഭാതത്തിൽ ഗ്രാമം ഉണരുന്നതിന് മുൻപേ ഒരു ടീഷർട്ട് ഇട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞാനും വേറൊരു പാസ്റ്ററും കൂടെ അവിടെ ചെന്ന് അവിടുത്തെ ലോക്കൽ പാസ്റ്ററെ വിളിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, സൗകര്യമുള്ളതുപോലെ നിങ്ങൾ കയറി പ്രാർത്ഥന നടത്തിക്കോ എന്ന് പറഞ്ഞു പോരുവാനിടയായി. അവിടെ തിരിച്ചു വരുമ്പോൾ യാദവ് സമുദായത്തിൽപ്പെട്ട ഒരു ദൈവദാസൻ, തന്റെ ഭാര്യ, മൂത്ത ഒരു മോള്, മറ്റ് മക്കളില്ല, കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ആ സ്ത്രീ പ്രഗ്നന്റ് ആണ്. പക്ഷെ അവര് താമസിക്കുന്ന ഒരു കുടില് ഇടിഞ്ഞു കുഴിഞ്ഞ് താഴെ വീഴും. അവർക്ക് ഒരു ഹോളും പാഴ്സനേജും പണിയണം. അതിനുവേണ്ടി അവിടുള്ള ദൈവദാസന്മാരെല്ലാം കൂടെ സഹകരിച്ചു. എന്റെ കയ്യിലുണ്ടായിരുന്ന 30,000 രൂപ ഞാനും കൊടുത്തു. ഒരു ഭിത്തി പൊക്കത്തിന് താഴെ വരെ വന്ന് പണി നിൽക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ബാക്കിയുള്ള പണികൾ പൂർത്തീകരിക്കാം എന്ന് വാക്ക് പറഞ്ഞു. ഇപ്പൊ 20,000 രൂപ വീണ്ടും അയച്ചു കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ കർത്താവിന്റെ വേല ശക്തമായിട്ട് അവിടെ നടക്കുന്നു. ആ പ്രവർത്തനം നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലമാണ് കൊണ്ടകാവ്. ആ കൊണ്ടകാവിൽ നമുക്ക് ദൈവദാസന്മാരുണ്ട്. നമ്മൾ സ്നാനപ്പെടുത്തി കർത്താവിന്റെ വേലയ്ക്ക് കൊണ്ടുവന്ന ദൈവദാസന്മാരുണ്ട്. ഒരു രഘുനാഥ്, ഒരു ശിവറാമ്, ഒരു ശുക്രാമ്, ഒരു സുദ്രു, ഇവരൊക്കെ നമ്മുടെ ശുശ്രൂഷകന്മാരാണ്. അവിടെ കർത്താവിന്റെ വേല ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തിന് മുൻപ് അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. 5000-ലധികം ആൾക്കാര് ആ ഗ്രാമങ്ങൾ വളഞ്ഞ് 18 വീടുകൾ അടിച്ച് തകർത്ത് അവർക്കുണ്ടായിരുന്ന മോട്ടോർ സൈക്കിളുകൾ അവർ ഓടിച്ച് നശിപ്പിച്ച്, നമ്മുടെ ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്ന ട്രാക്ടർ മുഴുവനും നശിപ്പിച്ച് എല്ലാവരും ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു കളയുവാനിടയായി. അതിൽ ശിവറാം എന്ന് പറഞ്ഞ ദൈവദാസൻ, അവർക്ക് മക്കളില്ല. അവര് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. അവർക്ക് യേശുവിനെ സ്വീകരിച്ചതിനാൽ വെള്ളം കൊടുക്കാതെ വിധമായി. വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവര് ഓടയിൽ പോയി വെള്ളം കൊണ്ടുവന്നു. അല്ലെങ്കിൽ മറിഞ്ഞു വരുന്ന വെള്ളം അത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നവര് ചാണകം കലക്കി. ആ ചാണക വെള്ളം കൊണ്ടുവന്നവര് കഞ്ഞി വെച്ച് ഉപയോഗിച്ചു. എന്നിട്ടും ഇവർ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആൾക്കാര് ആ വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്തതിനെ ദുർഗന്ധമാക്കി. ആ മലമൂത്ര വിസർജനം വീണ വെള്ളം ഇതുങ്ങൾ കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കുടിക്കുവാൻ ഇടയായി. ഇങ്ങനെ ത്യാഗം സഹിച്ച് നിൽക്കുന്ന, ഇങ്ങനെ മരണമായാലും ജീവനായാലും കർത്താവിന് വേണ്ടി എന്ന നിലപാടിൽ നിൽക്കുന്ന ഒരു നല്ല കൂട്ടം ആത്മാക്കൾ ഇന്ന് എന്റെ കൂടുള്ളതാണ് ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് കാലുകുത്താൻ നിവർത്തിയില്ലാതെ, അവർക്ക് ഉടുതുണിയില്ലാതെ, അവർക്ക് അടുപ്പത്ത് പുതയ്ക്കാൻ ഒരു കമ്പിളി ഇല്ലാതെ ഇതുങ്ങള് കടന്ന് കഷ്ടവും ദുരിതവും അനുഭവിച്ചു. ദൈവത്തിന്റെ വൻകൃപയാൽ അവിടെയൊക്കെ ചെന്ന് അതുങ്ങളെ സഹായിച്ചു. ആ വീടിനെല്ലാം മേൽക്കൂരയിട്ട് കൊടുത്തു. 2 ദൈവദാസന്മാർക്ക് മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുത്തു. ഒരു ദൈവദാസന് പറമ്പിൽ
കൃഷി ഇറക്കാനായിട്ടുള്ള ഒരു 25,000 രൂപ കൊടുക്കാൻ ദൈവം സഹായിച്ചു. ഇന്ന് ചുരുക്കം പറഞ്ഞാൽ അവിടെ നമ്മുടെ പ്രവർത്തനം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ദൈവം സഹായിച്ചു. ഇങ്ങനെ വേറൊരു മഹാസംഭവമാണ് നാരായൺപൂരിൽ ഉണ്ടായിരുന്നത്. അത് ലോകം മുഴുവൻ അറിഞ്ഞ വാർത്തയാണ്. അതിൽ കൊണ്ടകാവ് ഏരിയയിലും അതിന്റെ പ്രഭാവം ഉണ്ടാകുവാനിടയായി. അതില് ഒരു 10-45 പേരടങ്ങുന്ന ഒരു ടീം ഗ്രാമം വിട്ട് വീട് വിട്ടിറങ്ങിയതിൽ 2 ഗർഭിണി സ്ത്രീകള്, ഒരു സ്ത്രീ 6 മാസം, ഒരു സ്ത്രീ 8 മാസം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയെ അവര് ആ ഗ്രാമം വിട്ട് രാത്രിയിൽ ഇറങ്ങി എങ്ങോട്ട് പോകണം എല്ലാവരും ചിതറിപ്പോയി. എല്ലാവരും ചിതറി. ഈ ഗർഭിണികളായ സ്ത്രീകള് ഇവരെങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു കല്ലിന് മറഞ്ഞ് വെളുക്കുന്നവരെ അവിടെ കുത്തിയിരുന്നു. വെളുപ്പാങ്കാലമായപ്പോൾ അവിടുന്ന് ഇറങ്ങിയ ഒരു ടൗണിൽ വന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ദൈവദാസന്റെ സഭാഹോളിൽ ഒരു 10-60 അഭയാർത്ഥികളുണ്ട്. ആ അഭയാർത്ഥികൾ എല്ലാവർക്കും റേഷൻ കൊടുത്തു, തുണി കൊടുത്തു, കമ്പിളി വസ്ത്രം കൊടുത്തു. അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ കൊടുക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അങ്ങനെ ആ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ പുനർസ്ഥാപിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഒറീസായിൽ കടന്നുപോയി അവിടെ പ്രവർത്തനം തുടങ്ങി. അവിടെ ഒരു സഹോദരന്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ രോഗികൾ വരുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. എങ്ങനെയോ പോലീസ് ഇൻഫർമേഷൻ കിട്ടി. അവര് പോലീസിനെ അയച്ചപ്പോൾ ഇവിടെ രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ വിളിച്ചു ചോദിച്ചു, എന്തിനാ വന്നേ, എന്താണ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം എന്നെ വിളിച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ നടന്നത് ഒരു പ്രാർത്ഥനാ സഭ നടക്കുന്നു. ഇത് ആരുടെ വീടെന്നറിയാമോ? സഹോദരന്റെ വീടാണ്. പക്ഷേ സഹോദരൻ ഹിന്ദുവാണെന്നുള്ളത് അറിയാമോ? അദ്ദേഹം നേരത്തെ ഹിന്ദു ആയിരുന്നു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇന്നതാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പേരിൽ ഇന്ന കേസുണ്ട്, നിങ്ങൾ സ്റ്റേഷനിൽ വരണം. ഞാനും എന്റെ ഭാര്യയും അന്ന് ദൈവം തന്ന ഒരു മാർഷൽ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിന് എന്റെ ഭാര്യയെ കയറ്റി, എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹോദരിമാരെ കയറ്റി, ഒറീസയിലുള്ള 2-3 പാസ്റ്റർമാരെയും കയറ്റി ഞങ്ങൾ വരുമ്പോൾ 2 സ്ഥലത്ത് 200-300 ആൾക്കാര് 2 സ്ഥലത്ത് മണ്ണെണ്ണ കന്നാസുമായിട്ടിരിക്കുന്ന കാഴ്ച കണ്ട് ഞങ്ങളെ വന്ന് വിവരം അറിയിച്ചു. ആ റൂട്ടിലൂടെ പോകരുത്, ഈ റൂട്ടിലൂടെ പോകരുത്, നിങ്ങളെ കത്തിച്ചു കളയാൻ മണ്ണെണ്ണ കന്നാസുമായിട്ട് ആൾക്കാർ നിൽക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് വണ്ടി സഹിതം കത്തിച്ചു കളയും. ഞങ്ങൾ ആ കാട്ടിനകത്തൂടെ എഴഞ്ഞു മറിഞ്ഞ് വനത്തിന്റെ മരങ്ങളുടെ ഇടയിൽ കൂടെ പാമ്പഴയുന്നത് പോലെ വണ്ടി വെട്ടിച്ചൊതുക്കി കൊണ്ടുവന്ന് രാത്രി 1 മണിയായപ്പോൾ ഞങ്ങൾ ടൗണിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ സർക്കിള് ഒരു തുള്ളി കള്ള് ഉപയോഗിക്കാതെ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല കള്ളു കുടിക്കാൻ. അദ്ദേഹം ഈ ഉറക്കവും ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അദ്ദേഹം ചേംബറിൽ വന്ന് ഞങ്ങളെ കസേരയിലിരുത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് ഞാൻ ഫുൾ ലോണായിട്ടിരിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ ആരോ എന്നെ വിലക്കി, ഇന്ന് നീ മദ്യപിക്കരുത്. അങ്ങനെ ഞാൻ ഒരു തുള്ളി മദ്യം കഴിക്കാതിരിക്കുകയാണ്. ഞാനൊന്ന് ഉറങ്ങാൻ പല പ്രാവശ്യം നോക്കി, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങളാണ് അതിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ എഴുതി ഒപ്പിട്ട് ഇവിടുന്ന് പൊയ്ക്കൂ, ഞാൻ റിപ്പോർട്ട് കൊടുത്തോളാം, പക്ഷെ മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന ഒരു താക്കീത് തന്ന് അവിടുന്ന് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഒറീസക്കാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവര് ഇഞ്ചിഞ്ചായിട്ട് വലിച്ചു കീറുക എന്നുള്ള തത്വമല്ലാതെ, അത് ഇവിടുത്തെ ആദിവാസികളും അങ്ങനെ തന്നെയാണ്. ഒരുത്തൻ അടിച്ചാൽ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ഉത്സവമാണ്. ഒരു മനുഷ്യനാണ് അടികൊള്ളുന്നതെന്നോ ഒരു മനുഷ്യന്റെ ദേഹമാണ് വേദനിക്കുന്നതെന്നോ അല്ല. ഒരുത്തനൊരടി അടിച്ചാൽ കണ്ടു നിൽക്കുന്നവനും കേട്ടു നിൽക്കുന്നവനും വഴിയെ പോകുന്നവനും എല്ലാം അത് അവർക്കൊരു ഉത്സവം പോലാണ് ആൾക്കാരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നത്. അവരെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അവര് തന്നെ അങ്ങോട്ട് ചെന്നിട്ട് പറയും, ഞാൻ ഇന്നാരെ കൊന്നിട്ടുണ്ട് എന്ന് അവർ പറയുവാനിടയാകും. ഇങ്ങനത്തെ ഉള്ള ഭീകരാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സമയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 2017 ഒരമ്മയും 2 മക്കളും വിധവയാണ്. 1 വർഷമായി കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ആ പാവപ്പെട്ട സഹോദരി കുഞ്ഞുങ്ങളുമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ രാത്രിയില് ഒരുത്തൻ ഇരുമ്പ് കമ്പി കൊണ്ടുവന്ന് ആ കുടിലിനകത്ത് കയറി
കുഞ്ഞുങ്ങൾ അഭിഷേകും അനിതയും അപ്പുറം ഇപ്പുറം കിടക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ല കുഞ്ഞുങ്ങൾ. ഒരു നല്ല ആഹാരമില്ല, വസ്ത്രമില്ല, ആകൃത വേഷം. ആ ശവം അവിടെ വീണു. രാവിലെ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങൾ അമ്മയെ വിളിക്കുക, അനക്കമില്ല. 2 കിലോമീറ്റർ നടന്ന് മാസ്റ്ററുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അമ്മയെ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. സ്റ്റേഷനിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു, പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആൾ വന്നില്ല. 4ാമത്തെ ദിവസമാണ് ശവടക്കം മേടിച്ചിരുന്നത്. ദുർഗന്ധം കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ഈ 2 കുഞ്ഞുങ്ങളുടെ ദയനീയമായ സ്ഥിതി കണ്ട് ശവടക്ക് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ട് പോന്നു. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കോൺവെന്റ് സ്കൂളിൽ ചേർത്തു. അവരിന്ന് നന്നായിട്ട് കോൺവെന്റ് സ്കൂളിൽ മാന്യമായ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മറ്റൊരു സഹോദരി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരി 2016 ലക്ഷ്മി എന്ന് പറയുന്ന സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി വരെ പഠിച്ചവളാണ്. അവള് ആരാധനയ്ക്ക് പോകുന്നു എന്ന കാരണം കൊണ്ട് സ്വന്തം സഹോദരൻ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി ഓടിച്ചു. അവള് ഒരു സ്കൂൾ പുറത്തേക്ക് വന്ന് വീണു. അവളുണ്ടായിരുന്ന ഇഷ്ടിക കൊണ്ട് ഇതൊന്നും പുറലോകം അറിയാത്ത, മീഡിയയിൽ വരാത്ത, സ്വർഗത്തിലെ ദൈവമല്ലാതെ ഞങ്ങളല്ലാതെ വേറെ ആരും അറിയാത്ത, ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം അറിയാം എന്നല്ലാതെ ആർക്കും അറിയാത്ത രക്തസാക്ഷികളുടെ സമൂഹം അറിയപ്പെട്ട സ്ഥലം. ഇന്ന് ആ ഗ്രാമത്തിൽ നമുക്ക് സഭയുണ്ട്. ഒരു ദൈവദാസൻ അവന് ഒരു ബോൺ TV വന്ന്, ആ ബോൺ TV വന്ന് അവനങ്ങ് മരിച്ചു പോയതാണ്. അവനങ്ങ് വളഞ്ഞുകൂടി. അവനെ കൊണ്ടുവന്ന് അവനെ കൂട്ടത്തിൽ നിർത്തി പ്രാർത്ഥിച്ച് അവനെ രക്ഷപ്പെടുത്തി ബൈബിള് പഠിപ്പിച്ച് അവനെ അവിടെ വിട്ടു. അവിടെ നിന്ന് സന്തോഷമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഒരു സഭാഭവൻ അവിടെയും പണിതു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഇവിടുത്തെ ഓരോ പ്രവർത്തന സ്ഥലങ്ങളിലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരന്മാരുടെ മതിൽ, കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് മതിലിന്മേൽ ആഞ്ഞടിക്കുന്നത് പോലുള്ള അനുഭവമാണ്. ഒരിക്കൽ ഇതൊരു 1.5 വർഷമേ ആയുള്ളൂ. ഞങ്ങളുടെ 12 പേര്, അതിൽ 5 ദൈവദാസന്മാർ, 5 ദൈവദാസന്മാരും ബാക്കി ഞങ്ങളുടെ വിശ്വാസികളും കൂടെ ജയിലിൽ പോകേണ്ടി വന്നു. ജയിലിൽ മതപരിവർത്തനത്തിനായിട്ട് കേസ് കൊടുത്തവരെ ജയിലടച്ചു. ജയിലിൽ ചെന്ന് പോലീസുകാര് അവരെ ബ്രെയിൻ വാഷ് ചെയ്തു. അവരെ തിരിച്ച് പിടിക്കാനായിട്ട് അവർ പറഞ്ഞു, ഇവിടെ കടന്ന് ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ജീവിതകാലം മുഴുവൻ ജാമ്യം കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് തന്നെ ജീവിക്കും, യേശുവിനെ വിട്ടൊരു ജീവിതം ഇല്ലെന്ന് അവർ പറയുവാൻ. ഈ പ്രത്യേക സന്ദർഭത്തിലൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുമ്പോൾ ദൈവം ഓരോ വചനങ്ങളെ നൽകിയാണ് ധൈര്യപ്പെടുത്തുന്നത്. പ്രവചനം 51-ാം അധ്യായത്തില് ഇതിന്റെ 14-ാമത്തെ വാക്യമാണ് ആ ജയിൽവാസത്തോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് തന്നത്. പീഡകന്റെ ക്രോധം എവിടെ? അതിനായിരിക്കുന്നവരെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കയില്ല, അവന്റെ ആഹാരത്തിന് മുട്ട് വരികയില്ല. ഈ വചനം ആണ് അന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. എല്ലാവരെയും റിലീസ് ചെയ്തു. കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരെയും വളരെ കഷ്ടപ്പെട്ട് ജാമ്യത്തിൽ ഇറക്കുവാനിടയായി. അതുപോലെ ഈ കഴിഞ്ഞ മാസം ഒരു സഹോദരൻ ഒരു ഗ്രാമത്തിൽ മരണം നടന്നു. വർഷങ്ങളായിട്ട് അടക്കിക്കൊണ്ടിരുന്ന സൗക്കോട്ടയിൽ കൊണ്ടുവന്ന് അടക്കം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ വന്നു. ബഹളമായി, അടിയായി. അതിൽ നമ്മുടെ ഒരു പാവപ്പെട്ട സഹോദരി, അവിടെ 8-8.5 മാസം ഗർഭിണിയായിരുന്നു. അവളുടെ വയറ്റത്ത് തൊഴിച്ച് അവള് താഴെ വീണു. അവളുടെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു. അവള് അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്നുവരെയും എതിരാളികൾക്കെതിരെ ഒരു കേസെടുക്കുകയോ ഒരു FIR ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ കളക്ടറിന്റെ അടുത്ത് പോകുന്നു, SP അടുത്ത് പോകുന്നു, ഞങ്ങൾ മന്ത്രിസഭയിൽ പോകുന്നു, ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള നീക്കുപോക്കുകളൊന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ ഒരു സഹോദരൻ, ഒരു പിതാവ് 19 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്നു. സ്വന്തം ഭൂമിയിൽ പോലും അടക്കാൻ സമ്മതിക്കാതെ വണ്ണം ആയി. അനേകം ആൾക്കാരെ തിരിച്ചു പിടിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞാണ്. ഇത് രാഷ്ട്രീയ ലെവലിൽ നിന്ന് സമുദായ ലെവലിലേക്ക് വന്ന്, സമുദായ ലെവലിൽ നിന്ന് കുടുംബ ലെവലിലേക്ക് വന്നാണ് ഇപ്പോൾ പ്രശ്നം നിൽക്കുന്നത്.
കഴിഞ്ഞ വർഷം കൊയ്തു വെച്ചിരുന്ന നെല്ല് ആൾക്കാരെടുത്തോണ്ട് പോയി. അതുപോലെ ഈ ഈ ആ കണ്ടത്തില് കൃഷി ഇറക്കാനായിട്ട് ചെന്നു, വിരോധികൾ വന്നു. അവിടെ അവര് ട്രാക്ടറായിട്ടാണ് വന്നത്. പുരുഷൻ ഓടി രക്ഷപ്പെട്ടു, സ്ത്രീക്ക് ഓടാൻ കഴിഞ്ഞില്ല. അവര് കാല് തന്നെ ആ കണ്ടത്തിൽ വീണു. അവരുടെ ദേഹത്തൂടെ ട്രാക്ടർ കയറ്റി ഇറക്കി ആ മണ്ണിൽ കിടന്ന് ആ പാവപ്പെട്ടവൾ മരിക്കുവാൻ ഇടയായി. ഇങ്ങനെയുള്ള ഭീകരമായ മാരകമായ അന്തരീക്ഷങ്ങളാണുള്ളത്. വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വേല ആരംഭിച്ചു കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ നിമിത്തം ദൈവദാസന്മാർ എന്റെ കൂടെ വിദ്യാർത്ഥികളായിട്ട് വർഷങ്ങൾ താമസിച്ചു. അവരെ ധൈര്യപ്പെടുത്തുന്നത് മറ്റൊരു വചനമാണ്. നമ്മള് വചനത്തിൽ വായിക്കുന്നുണ്ട്, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും നിവർത്തും. ആ വചനം കൊടുത്ത് അവരെ അയച്ചു. അവരോടെ പോയി പ്രവർത്തിച്ചു. ഒരു സഭയിൽ 250-ലധികം ആത്മാക്കൾ ദൈവത്തെ ആരാധിക്കുന്നു. ആ ദൈവദാസന്റെ ആ പരിസരത്ത് വീണ്ടും 3-4 പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാനിടയായി. നാളെ ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ സ്ഥലത്ത് നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. വണ്ടി ഒരിടത്ത് കൊണ്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് വീണ്ടും നടന്നു പോകണം. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ള ഒറ്റ അപേക്ഷ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ഞായറാഴ്ചയും ഇപ്പോൾ ഒരു ഭയങ്കരമായ അടി നടന്നു. സഭ ഹോളിൽ കയറി അടിച്ചു. വിലാസ്പൂരിൽ ഭയങ്കരമായ അടി നടന്നു. എല്ലാ ആഴ്ചയിലും പ്രതീക്ഷിതമായ സമയത്ത് ആൾക്കാർ കയറി വരുന്നുണ്ട്, ഉപദ്രവം നടക്കുന്നുണ്ട്, അതിഭീകരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ ബസ്തറിന്റെ വിശേഷങ്ങളാണ്. ഛത്തീസ്ഗഡിലെ മൊത്തം വിശേഷം പറയണമെങ്കിൽ വളരെ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതികൂലത്തിന്റെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ ഉണ്ട്. ആടിയുലഞ്ഞ് വീണു പോകാതെ, തകർന്നു പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന. ഞങ്ങൾക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് യാത്ര. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലം ഞങ്ങളെ വീണ്ടും ഉത്തേജിപ്പിച്ച് മുൻപോട്ട് നടത്തും എന്ന ഒരു ആത്മധൈര്യം ഉണ്ട്. അത് മാത്രമാണ് ജീവിതത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മുടെ അരകളെ മുറുക്കുന്ന, നമ്മുടെ വഴികളെ ഒരുക്കി തരുന്ന, ആ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു തരുവാനുള്ള ശക്തി നൽകുന്ന, വൻമതിൽ ചാടിക്കടക്കുവാൻ ശക്തി നൽകുന്ന കർത്താവിന്റെ കരം, കർത്താവിന്റെ ശക്തി സാധുക്കളായി ഞങ്ങളുടെ മേൽ പകരുവാൻ, ഞങ്ങളെ കർത്താവ് നിലനിർത്തുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. സ്തോത്രം. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവ് അവിടെ ഉപയോഗിക്കുന്നതും ആ ദേശത്തെക്കുറിച്ചുള്ളതും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനുഭവിക്കുന്നതായ കഷ്ടങ്ങൾ, ആദിമ നൂറ്റാണ്ടിലെ പോലുള്ളതായ അനുഭവങ്ങളൊക്കെയും പത്രമാത്രകളിലൂടെ കേൾക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവദാസന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവദാസന്മാരെയൊക്കെ കർത്താവ് ആ ദേശത്ത് പിന്നെയും നിലനിർത്തട്ടെ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ കർത്താവിന്റെ നാമ നിമിത്തം അനുഭവിച്ചതായ കഷ്ടങ്ങളെ പോലെ കർത്താവിന്റെ ദാസനും കൂടെയുള്ളവരുമൊക്കെ അനുഭവിക്കുന്നത് കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ പിതാവേ, അടിയങ്ങളെ തൃപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയ്സ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജോയ്സ് ടിവി ചാനലിലൂടെ അനേകം ദൈവദാസന്മാരുടെ, അനേകം ദൈവമക്കളുടെ സാക്ഷ്യം അനേകം കാതുകളിൽ എത്തുന്നു. അടിയനും ഇന്ന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു. കർത്താവെ, അടിയന്റെ ഈ സാക്ഷ്യവും അനേകം കാതുകളിൽ എത്തും എന്നുള്ളത് കൊണ്ട് എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ നിലയിലുമുള്ള അഭിവൃദ്ധിയും അനുഗ്രഹവും പകരണമേ. നിങ്ങളുടെ ദാസിയെ കർത്താവ് വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. യേശുവിൻ കന്യയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. നന്ദിയുണ്ട് ഒത്തിരി. കർത്താവ് ബലപ്പെടുത്തട്ടെ.